बिहारी जय गोपी जन वल्लभ जय गिरिवर धारी यशोदनंदन ब्रज जन रंजन यशोदनंदन ब्रज जन रंजन जय मुन तिरवन चारी जय राधा माधव जय कुंज बिहारी जय गोपी जन वल्लभ जय गिरिवर धारी यशोदानंदन ब्रज जन रंजन यशोदानंदन ब्रज जन रंजन जय मुन तिरवन चारी हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे। श्री प्रभुपाद की जय, श्री गुरुदेव की जय। नमो विष्णुपदाय कृष्णपृष्ठाय भूतले श्रीमते महाविष्णु स्वामी नित्यनामिने। नमो विष्णुपदाय कृष्णपृष्ठाय भूतले श्रीमते भक्ति वेदांत स्वामी नित्यनामिने। नमस्ते सरस्वती देवी गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंदा। हरे कृष्ण 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 हरे 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 राम राम हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। അപ്പൊ നമ്മൾ ഇന്ന് വായിക്കുന്നതാണ് ഭഗവത്ഗീത ചാപ്റ്റർ നമ്പർ 2 ശ്ലോക നമ്പർ 28. अव्यक्तादीनि भूतानि व्यक्त्वा मध्यानि भारत अव्यक्तानि धनानि एव तत्र का परिदेवना। अव्यक्तादीनि भूतानि व्यक्त्वा मध्यानि भारत अव्यक्तानि धनानि एव तत्र का परिवेदना परिदेवना। अव्यक्तादीनि भूतानि व्यक्त्वा मध्यानि भारत अव्यक्तानि धनानि एव तत्र का परिदेवना। മാതാജി ഇതിന്റെ ട്രാൻസ്ലേഷനും ഇത് വായിക്കാൻ പറ്റുമോ പെർഫെക്റ്റ് മാതാജി മലയാളത്തില്? ഹരേ കൃഷ്ണ. വായിക്കട്ടെ പ്രഭു? ആ പ്രഭു മാതാജി പ്ലീസ്. ശ്രീലപ്രഭുപാദി. സൃഷ്ടിയിലെ ജീവഗണങ്ങളെല്ലാം ആരംഭത്തിൽ പ്രകടമാകുന്നില്ല, മധ്യത്തിൽ ആവിർഭാവം കൊള്ളുന്നു, നശിപ്പിക്കുമ്പോൾ വീണ്ടും അവ്യക്തമാകുന്നു. അങ്ങനെ ഇരിക്കെ വ്യസനത്തിന്റെ ആവശ്യമെന്ത്? ഭാവാർത്ഥം ശ്രീലപ്രഭുപാദി കി ജയ്. ആത്മസത്തയിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുമായി രണ്ടു വിഭാഗം തത്വജ്ഞാനികളുണ്ട്. രണ്ടു വിധത്തിൽ നോക്കിയാലും ദുഃഖത്തിന് കാരണമില്ലെന്ന് സ്പഷ്ടമാണ്. ആത്മസത്തയിൽ വിശ്വസിക്കാത്തവരെ വൈദിക ധർമാനുയായികൾ നാസ്തികർ എന്ന് വിളിക്കുന്നു. വാദത്തിന് വേണ്ടി ആ നാസ്തിക സിദ്ധാന്തം സ്വീകരിച്ചാൽ കൂടി ദുഃഖിക്കുന്നതിൽ അർത്ഥമില്ല. ആത്മാവിന് പ്രത്യേകമായ നിലനിൽപ്പുണ്ട്. സൃഷ്ടിക്ക് മുമ്പ് ഭൗതിക മൂലധാതുക്കളിൽ ആത്മാവിന്റെ സാന്നിധ്യമില്ല. അവ അവ്യക്ത ദശയിലുമാണ്. സൂക്ഷ്മമായ ഈ അവ്യക്തതയിൽ നിന്ന് പ്രത്യക്ഷഭാവം ഉണ്ടാകുന്നു. ആകാശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് അഗ്നി, അതിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് ഖരവസ്തുക്കൾ, ഭൂമി എന്നീ ക്രമത്തിൽ ഉരുത്തിരിയുന്നു. ഭൂമിയിൽ നിന്ന് വിവിധ ആവിർഭാവങ്ങൾ ഉളവാകുന്നു. ഉദാഹരണമായി ഭൂമിയിൽ നിന്നുളവായ ഒരു പടുകൂറ്റൻ കെട്ടിടം എടുക്കുക. അത് തകർന്നടിയുമ്പോൾ വീണ്ടും അവ്യക്ത ദശയിലെത്തുന്നു. അവസാനം അണുപ്രായമായി തീരുകയും ചെയ്യുന്നു. ഊർജ സന്തുലന നിയമം ലംഘിക്കപ്പെടുന്നില്ല. കാലഗതിയിൽ വസ്തുക്കൾ ആവിർഭവിക്കുന്നു, മറയുന്നു എന്ന വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ആവിർഭാവത്തിലോ തിരോഭാവത്തിലോ ദുഃഖിക്കാൻ എന്തുണ്ട്? തിരോഭാവ ദശയിലും ഒന്നും നശിക്കുന്നില്ലല്ലോ. ആരംഭത്തിലും അവസാനത്തിലും മൂലകങ്ങളെല്ലാം അവ്യക്ത ദശയിൽ തന്നെ. മധ്യദശയിൽ മാത്രമേ ആവിർഭാവമുള്ളൂ. സാരമായ ഭൗതിക വ്യത്യാസങ്ങളൊന്നും അത് ഉണ്ടാക്കുന്നില്ല താനും. ഈ ഭൗതിക ശരീരം കാലാന്തരത്തിൽ നശിക്കുന്നവയും അന്തവന്ത ഇമേ ദേഹ, ആത്മാവ് അനശ്വരനുമാണെന്നുമുള്ള നിത്യസ്വക്ത ശരീരന ഗീതോപദിഷ്ടമായ വൈദിക മതം സ്വീകരിക്കുകയാണെങ്കിൽ ശരീരം ഉടുപ്പ് മാത്രമാണെന്ന് നാം എപ്പോഴും ഓർക്കേണ്ടിയിരിക്കുന്നു.
ഉടുപ്പൊന്ന് മാറ്റുന്നതിൽ എന്തിനു വിഷാദം? ശാശ്വതമായ ശാശ്വത ആത്മനോട് താരപ്പെടുത്തുമ്പോൾ ഭൗതിക ദേഹത്തിന് യാഥാർത്ഥ്യമേ ഇല്ല. ഏതാണ്ട് ഒരു സ്വപ്നം പോലെയുള്ള ഒന്നാണത്. സ്വപ്നത്തിൽ നാം ആകാശത്തിലൂടെ പറക്കുന്നതായും രാജകീയത്തിൽ ഇരിക്കുന്നതായും കാണാറുണ്ട്. പക്ഷെ ഉണരുമ്പോൾ അതെല്ലാം മിഥ്യാനുഭവങ്ങളാണെന്ന് അറിയുന്നു. ഭൗതിക ശരീരത്തിന്റെ അസ്ഥിരതയെ അടിസ്ഥാനപ്പെടുത്തിയാണ് വൈദിക ജ്ഞാനം ആത്മസാക്ഷാത്കാരത്തിന് പ്രോത്സാഹനം നൽകുന്നത്. ഇങ്ങനെ ആത്മാവുണ്ടെന്ന് വിശ്വസിച്ചാലും ശരി, വിശ്വസിച്ചില്ലെങ്കിലും ശരി, ദേഹനാശത്തിൽ വ്യസനിക്കേണ്ടതില്ല. ശ്രീകൃഷ്ണ. ഹരേ കൃഷ്ണ മാതേ, താങ്ക് യു. അപ്പൊ നമ്മളിപ്പോ ഇവിടെ കാണുന്ന പ്രഭുപാദ് ദീദി പർപ്പട്ടില് പറയാണ്, നമ്മളടുത്ത് ഒരു ബിൽഡിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ബിൽഡിങ് സ്കൈ സ്ക്രാപ്പർ ആണ് പറഞ്ഞിട്ടുള്ളത്. മലയാളത്തിൽ ഇപ്പൊ ഞാൻ വലിയൊരു ടവർ എന്ന് പറയാം. വലിയ കെട്ടിടങ്ങള് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കെട്ടിടം കുറെ വർഷം കഴിഞ്ഞാൽ വീണു പോണു. പിന്നെ അത് വീണ്ടും മണ്ണില് മിക്സായി പോണു. പിന്നെ അതിന് വീണ്ടും ആ മണ്ണുകൊണ്ട് തന്നെ, ആ ഇരുമ്പുകൊണ്ട് തന്നെ എല്ലാം ഈ ഭൂമിയുടെ ഉള്ളിൽ തന്നെ എടുത്ത് വീണ്ടും ഒരു ടവർ. നമുക്ക് ഒരു വലിയ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ വേൾഡിൽ വെച്ചിട്ട് ഒരു അമേരിക്കയിൽ ഒരു കാലഘട്ടത്തിൽ ഒരു ബിൽഡിംഗ് മറ്റേ ടെററിസ്റ്റുമാരെ അറ്റാക്ക് ചെയ്തിട്ട് ആ ബിൽഡിംഗ് പ്ലെയിൻ ഉള്ളിൽ കയറിയിട്ട് ആ ബിൽഡിംഗ് കംപ്ലീറ്റ് പൊട്ടി ആകെ നശിച്ചു പോയിണ്ടായിരുന്നു. ഇപ്പൊ ആ ബിൽഡിംഗ് ആ സ്ഥലത്ത് തന്നെ അതിനേക്കാളും വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കി അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്കെല്ലാം ഇത് കാണാം. പ്രഭുജിയൻ മാത്തയി ഇങ്ങനത്തെ എല്ലാം ഈ ലോകത്തിൽ എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൃഷ്ടി പറയണത് നമ്മൾക്ക് മാത്രമുള്ള ഒരു നോളേജിന്റെ ഒരു കുറവ് കാരണമാണ് ഇവിടെ നമ്മൾ ഈ സംസ്കാരത്തിൽ ഇങ്ങനെ ഇരുന്ന് ദുഃഖിക്കണത്. എന്താണെന്ന് വെച്ചാൽ നോളേജ് ഇല്ല നമുക്ക്. ഇപ്പൊ പ്രഭുപാദ് ഇവിടെ എഴുതിയിരിക്കണത് എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഈ ഭൂമിയില് ഈ ടവറിനെ പറ്റി എഴുതി. ഇപ്പൊ ഇവിടെ എഴുതിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ പർപ്പട്ടില്, for example, a big skyscraper manifests from the earth. When it is dismantled, the manifestation becomes again unmanifested and remains as the atom of ultimate stage. ഇപ്പൊ എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ നമ്മളെല്ലാരും ചെറുപ്പത്തില് സമുദ്രത്തിന്റെ ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിൽ, ആ ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് മണ്ണോണ്ട് വാട്ട് യു ടെൽ സാൻഡിന് മലയാളത്തിൽ എന്താ പറയാ മതി? സാൻഡ്, മണ്ണോണ്ട് എല്ലാം മണലുകൊണ്ട് നമ്മള് ചെറുപ്പത്തില് ഒരു കാല് വെച്ചിട്ട് ഇങ്ങനെ വലിയ കുന്ന് മലമാരി ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഇരുട്ടാവുമ്പോ നമ്മളെ പാരന്റ്സ് നമ്മളെ വലിച്ചു കൊണ്ടുപോകുമ്പോ നമ്മൾ അതിലിരുന്ന് കരയും. പിന്നെ അത് ചില പിള്ളേര് വന്ന് ചവിട്ടും. നമ്മളെ ഫ്രണ്ട്സുമാരെ ഉണ്ടാക്കി അവരൊരു ഫണ്ടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജലസിനായിട്ട്, അന്നും നമ്മൾ കാണാം അവർക്കൊരു ജലസ് ഉണ്ടാവും. അവർ വന്ന് അത് ചവിട്ടും, പിന്നെ അത് പൊളിയും, പിന്നെ നമ്മൾ കരയും, പിന്നെ അവിടെ അടികൂടും. പിന്നെ നമ്മളെ പാരന്റ്സ് എല്ലാം നമ്മൾ അവിടുന്ന് വലിച്ചു കൊണ്ടുപോകുമ്പോൾ നമ്മൾ കരഞ്ഞു പോവാണ് ആ സീനിൽ നിന്ന്. ഇതെല്ലാം നമ്മളെ പിക്ചറിൽ ഒരു ഡ്രീം ആയിട്ട് ഇപ്പോഴും നമുക്ക് അത് നടന്ന മാതിരി. ഇപ്പൊ നിങ്ങളിപ്പോ അത് ബാക്കിലേക്ക് ചിന്തിക്കുകയാണെന്ന് വെച്ചാല്, യു വിൽ റിമെമ്പർ ദാറ്റ് ഇറ്റ് ഹാസ് ജസ്റ്റ് ഹാപ്പൻ എ ഫ്രാക്ഷൻ ഓഫ് ടൈം ബിഫോർ. നമ്മളെ കൺമുന്നിൽ ഇതെല്ലാം നടന്നിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ എത്ര പേര് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു ചെറിയ എക്സ്പീരിയൻസ് ഇതന്നെ നടന്നിട്ടുണ്ടാവും നമ്മളെ ലൈഫിൽ. നമ്മളെല്ലാരും ഇപ്പൊ ട്രിവാൻഡ്രത്തെല്ലാം വലിയ വലിയ ബീച്ചുകളാണ്. അവിടെ പോയിട്ട് തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു ഫൺ മൂവ്മെന്റ് നടന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇത് വിചാരിക്കുമ്പോ എന്താണ്, ആ കടലിൽ ആ വീട്, ആ മണ്ണ് വന്നു, മണ്ണ് അളിഞ്ഞ് കടലിൽ പോയി, ആ വീണ്ടും തിര വരുമ്പോ ആ മണ്ണ് അവിടെ വരുന്നു, വേറെ പിള്ളേര് വന്ന് വീട് കെട്ടണു, ആ മണ്ണുകൊണ്ട് തന്നെ അവര് കളിക്കണു. വീണ്ടും ദിസ് സൈക്കിൾ ഈസ് ഗോയിങ് ഓൺ ദർ ഇൻ ദ സെയിം ബീച്ച്. നമ്പർ ഓഫ് souls have come and played in that beach. ഈ നമ്പർ ഓഫ് സോൾസ് ഈ കളി കളിച്ചു, എല്ലാം പോയി. അതിന് മുന്നേ കാലഘട്ടം മുത്ത എത്ര വ്യക്തികൾ ഇങ്ങനെ അവര് ഈ രീതിയിലുള്ള കളി കളിച്ചു. ആർക്കും അവിടെ ഉണ്ട്. ഹിസ്റ്ററി വെറുതെ അവരുടെ പേര് എണ്ണാം, പക്ഷെ ദ പേഴ്സൺ ഹാവ് ലെഫ്റ്റ്, യു നോ. സോ നമുക്ക് ഇതൊന്നുണ്ട്. പിന്നെ അതേമാതിരി നമ്മൾ ചെറുപ്പത്തിൽ കളിക്കുമ്പോ നമ്മൾ ടോയ്സ് ആയിട്ട് കളിക്കും. ആ ടോയ്സ് പൊട്ടി കഴിഞ്ഞാൽ അമ്മ അച്ഛൻ പറയും, നീ എന്തിനാ ഇത് കരയണത്? ഇത് വളരെ ഇത് ചെറിയൊരു ടോയ്സിനല്ല നിങ്ങൾ ഇത് അടികൂടുന്ന കരയണത്. അപ്പൊ നമുക്ക് ഇതെല്ലാം പഠിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇതിൽ മോസ്റ്റ് ആയിട്ട് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോളേജ് ആണ്. പ്രഭുജൻ മാത്തി, ഇഫ് ദ നോളേജ് ഈസ് ലാക്കിംഗ്, നമ്മള് ചെറുപ്പത്തില്
ഞങ്ങൾ ബോംബെ ഞങ്ങളെ റിലേറ്റീവ്സ് കേരളത്തിൽ നിന്നെല്ലാം ബോംബെയിലേക്ക് വരുമ്പോൾ അതേമാതിരി നിങ്ങളെല്ലാം റിലേറ്റീവ്സ് ട്രിവാൻഡ്രത്ത് നിന്ന് ചെന്നൈക്ക് അവിടേക്കെല്ലാം പോകുമ്പോൾ നിങ്ങൾ കാണാം ചെറുപ്പത്തിൽ അവര് നമുക്ക് വേണ്ടി റിലേറ്റീവ്മാര് നമുക്ക് നാട്ടിൽ നിന്ന് ഇപ്പൊ കേരളത്തിൽ നിന്ന് ബോംബെയിലേക്ക് വരുമ്പോ ഞങ്ങളെ വീട്ടിലേക്ക് കുറെ പലഹാരങ്ങളായിട്ട് വരും. ഉണ്ട, അപ്പം, അങ്ങനത്തെ എല്ലാം വോട്ടെവർ എന്തെല്ലാം ഐറ്റംസ് ഉണ്ടല്ലോ കേരള, ഉപ്പേരി, പിന്നെ ചക്കവറുത്ത്, ഇതെല്ലാം ആയിട്ടാണ് അവര് വരാ. പിന്നെ പണ്ടത്തെ കാലത്ത് വെച്ചാൽ നാളേരം നേന്ത്രപ്പഴം, ഏത്തക്കായ എന്നെല്ലാം പറയും ട്രിവാൻഡ്രം ലാംഗ്വേജ്. ഇതെല്ലാം ആയിട്ട് അവർ വീട്ടിലേക്ക് വരുമ്പോ നമ്മൾക്ക് ഒരു സന്തോഷ മൂവ്മെന്റ് ആണ് ആ വീട്ടിൽ നടക്കുന്നത്. പിന്നെ അതേമാതിരി അവരെ കൂടെ നമ്മൾ കറങ്ങാ. ഈ വരുന്ന ഫാമിലി നമുക്ക് 3 ദിവസം ഭയങ്കര ക്ലോസ് ആണ്. നമ്മൾ അവരെ കൈവിടാണ്ട് കറങ്ങലും. പിന്നെ അത് കഴിഞ്ഞ് അവരെ വിടാൻ വേണ്ടി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോവാണ്. അവർ തിരിച്ചു പോണ കാലഘട്ടമാകുമ്പോ നമ്മൾ അവരെ വിടാൻ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോ നമ്മൾ കരയാണ്. പിന്നെ ആ ട്രെയിനിന്റെ കൂടെ നമ്മളും ഒരു 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 നമുക്ക് ഭയങ്കര നെർവസ് ആവാണ്. നമ്മൾ എല്ലാരും കരഞ്ഞ് ഇങ്ങനെ എക്സ്പീരിയൻസ്. ഐ തിങ്ക് ഇറ്റ് മൈറ്റ് ഹാവ് ഗോൺ ത്രൂ യു ഓൾ ഓൾസോ. നിങ്ങളെ കൂടെയും ഈ എക്സ്പീരിയൻസ് നടന്നിട്ടുണ്ടാവും. നമ്മൾ ആ ട്രെയിനിന്റെ കൂടെ കരയാണ്. അവരെ ട്രെയിനിൽ അവർ ഇരിക്കുമ്പോ അവരും കണ്ണ് ഇത്ര മെച്ചുവേർഡ് ആയാലും അവരും ഒന്ന് സങ്കടപ്പെട്ട് അവർ കരയരുത്, ഒരു രൂപ എല്ലാം തരും, 8 അണ തരും എന്നിട്ട് കരയരുത് പറഞ്ഞിട്ട് നമ്മൾ പോവാണ്. അപ്പൊ അങ്ങനെ ട്രെയിൻ പോവും. പിന്നെ നമ്മള് വീട്ടിലേക്കും പോകും. നമ്മൾ വഴിയിൽ കരഞ്ഞ് നമ്മളെ വീട്ടുകാർ വലിച്ചും പിടിച്ചെല്ലാം നമ്മളെ കൊണ്ടുപോകും. അപ്പൊ നമ്മള് വീണ്ടും ഒരു 10 വർഷം കഴിഞ്ഞ് ഈ ഗസ്റ്റുമാര് വീണ്ടും വരാണ്. ഈ ഗസ്റ്റുമാര് വരുമ്പോ നമ്മളിപ്പോ എന്താ സംസാരിക്കുകയാണെന്ന് വെച്ചാൽ ദിസ് ഇസ് ദ നോളേജ് ദാറ്റ് ഹൗ യു ഹാവ് ഗോൺ ത്രൂ. നമ്മൾ ഓരോ കാലഘട്ടത്തിൽ നോളേജ് നമ്മളെ ഇൻക്രീസ് ചെയ്യാണ്. ഇപ്പൊ നമ്മൾ ഇത് 5 വയസ്സുള്ളപ്പോൾ 6 വയസ്സുള്ളപ്പോഴാണ് നമ്മൾ ഈ സീൻ ചെയ്യണത്. ഇപ്പൊ നമുക്കൊരു 10-12 വയസ്സാകുമ്പോൾ നമ്മൾ അവരുടെ കൂടെ വീണ്ടും അവർ വെക്കേഷനിൽ വരുന്നു, വീണ്ടും മിഠായി വരുന്നു, നമ്മൾ വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ പോണു. നമ്മൾ പിന്നെ നമ്മൾ മെച്ചോർഡായി, നമ്മൾ സെക്കൻഡ് കൊടുക്കാണ്. ഓക്കെ ബൈ ബൈ എല്ലാം പറഞ്ഞ് അവിടെ വിടാണ്. പിന്നെ നമ്മൾ ഇത്രയും കൂടി വലുതാവുമ്പോ നമ്മൾ അങ്ങനെ കാലഘട്ടം കഴിയുമ്പോ ഈ റിലേറ്റീവ്സ് വീണ്ടും നമ്മളെ വീട്ടിൽ വരുമ്പോ നമ്മൾ അവരെ കാണുന്നു, സംസാരിക്കുന്നു. പിന്നെ അങ്ങനെ വയസ്സാവുമ്പോ ആ റിലേറ്റീവ്മാര് പോണു. ഇപ്പൊ നിങ്ങളെ മുന്നിൽ ആ സെയിം റിലേറ്റീവ്മാര് വരുമ്പോ നമുക്ക് ആ കരച്ചിലില്ല. പിന്നെ നമ്മൾ അവരത്ര ഇത് ചെയ്യണില്ല. മീൻസ് നമ്മൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ലവ് ഹാസ് ഗോൺ, ലവ് ഹാസ് ചേഞ്ച് ഹിയർ, ബട്ട് ദ മെച്യൂരിറ്റി ഹാസ് ഗ്രോൺ. നമ്മളെ മെച്യൂരിറ്റി അവിടെ ഗ്രോ ചെയ്യാണ്. കാരണം അവര് വേറെ വീട്ടിൽ നിന്ന് വന്നു, അവരെ വീട്ടിലേക്ക് പോവും. നമ്മളെ മെച്യൂരിറ്റി അവിടെ ഗ്രോ ചെയ്യുന്ന അനുസരിച്ച് വി ആർ ഷോയിങ് അവർ മെച്യൂരിറ്റി ലെവൽ ദാറ്റ് വി ഷുഡ് നോട്ട് ക്രൈ ഇൻ റെയിൽവേ സ്റ്റേഷൻ. ഇതെല്ലാം നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ അർജുന ഇപ്പൊ ലെമന്റ് ചെയ്യാണ്. ലെമന്റേഷൻ ചെയ്യുമ്പോ മാതാജി എനിക്ക് നിങ്ങൾ ഇപ്പൊ നമുക്ക് ഇതില് ശ്ലോക നമ്പർ നിങ്ങൾ 11 ട്രാൻസ്ലേഷൻ എനിക്ക് ഒന്ന് വായിച്ചു തരണം. ശ്ലോക ഭയങ്കര നല്ല ശ്ലോകയാണ്. അതിലാണ് ഈ മൊത്തം ഈ സംഗതി നടക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ നിന്നാണ്, ഈ ശ്ലോകയുടെ ഉള്ളിൽ നിന്നാണ് അർജുന അടുത്ത് കൃഷ്ണ പറയാണ്, നീ എന്താണ് ഈ ലെമന്റ്. മാതാജി ഒന്ന് ഇതിന്റെ ട്രാൻസ്ലേഷനും പർപ്പട്ടും ഒന്ന് വായിക്കുക. ചെറിയൊരു പർപ്പട്ടാണ്. ഇതിന്റെ ഉള്ളിൽ നമുക്ക് കുറെ മനസ്സിലാക്കാനുണ്ട് ഈ ക്ലാസ് തുടങ്ങണതിന്. മാതാജി ഒന്ന് വായിക്കോ ഒന്ന്. ഹരേ കൃഷ്ണ. സെക്കൻഡ് ചാപ്റ്ററിൽ 11ാമത്തെ ശ്ലോക, അതിലെ ട്രാൻസ്ലേഷൻ. ഭഗവത്ഗീത 2.11 2:11 വായിക്കാവോ? മാധവ്യമാജി, ഹരേകൃഷ്ണ, മൽപുരാൻ മാജി. പ്രഭു കണ്ടിന്യൂ ചെയ്യണം, അവരപ്പോഴത്തേനും വായിക്കും പ്രഭു. ഹരേ കൃഷ്ണ. അപ്പൊ ഇതിൽ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാല് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ശ്ലോകയുടെ പർപ്പട്ടുള്ളിൽ പ്രഭുപാദം എഴുതണത്, കൃഷ്ണയും പറയണത്. എന്താണ് ലാമെന്റേഷനെ പറ്റിയിട്ട് ഇവിടെ അറിയിക്കുകയാണ് നമ്മളെടുത്ത്. അപ്പൊ ഇതൊന്ന് എനിക്ക് മലയാളത്തിൽ ആരെങ്കിലും ഇതൊന്ന് വായിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ക്ലാസ്സിലേക്ക് ഒരു ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിട്ട് നമുക്ക്. യെസ് പ്രഭു, ആർക്കെങ്കിലും വായിക്കാൻ പറ്റുമോ പ്ലീസ്? ഹരേ കൃഷ്ണ, വായിക്കട്ടെ. യെസ് പ്രഭു, പ്ലീസ് ഹെൽപ്പ് മീ. ഏത് ശ്ലോകത്തിന് 11 10? 2:11 2.11. ശരി, അതിന്റെ ഭാവാർത്ഥം അല്ലേ പ്രഭു? യെസ് യെസ്. അദ്ദേഹത്തെ കേൾക്കാവോ? കേൾക്കുന്നുണ്ടല്ലോ. അദ്ദേഹം പരോക്ഷമായ വിദ്യ എന്ന് വിളിച്ചുകൊണ്ട് ഭഗവാൻ ഉടനെ തന്നെ ഗുരുവിന്റെ നിലപാടെടുത്ത് അർജുനനെ ശാസിക്കുന്നു. നീ ഒരു ബുദ്ധിമാനെ പോലെ സംസാരിക്കുന്നു, അതേസമയം അറിവുള്ളവരാരും ദേഹം എന്താണെന്നും ആത്മാവ് എന്താണെന്നും ഗ്രഹിച്ചിട്ടുള്ളവരാരും
ജീവിക്കുന്നതോ മരിച്ചതോ ആയ ശരീരത്തെപ്പറ്റി വ്യസനിക്കാറില്ല. അറിവ് എന്നാൽ പദാർത്ഥത്തിനെയും ജീവാത്മാവിനെയും രണ്ടിന്റെയും നിയന്താവായ പരമപുരുഷനെയും കുറിച്ചുള്ള ജ്ഞാനമാണെന്ന് അടുത്ത അധ്യായങ്ങളിൽ വിശദീകരിക്കപ്പെടുന്നുണ്ട്. മതപരങ്ങളായ പ്രമാണങ്ങൾക്ക് സാമൂഹ്യ രാഷ്ട്രീയ സിദ്ധാന്തങ്ങളെക്കാൾ പ്രാധാന്യം നൽകേണ്ടതാണെന്നത്രേ. അർജുനന്റെ വാദം പദാർത്ഥം, ജീവൻ, പരമാത്മാവ് എന്നിവയെക്കുറിച്ചുള്ള വിജ്ഞാനത്തിന് മതാനുശാസനങ്ങളെക്കാൾ പ്രാധാന്യമുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. ആ അറിവില്ലാത്ത നിലയ്ക്ക് അർജുനൻ താനൊരു വിജ്ഞാനിയാണെന്ന് ഭാവിക്കേണ്ടി ഇരുന്നില്ല. അങ്ങനെ ഒരു ബുദ്ധിശാലിയാകാതിരിക്കുന്നതിനാലാണ് ദുഃഖത്തിന്റെ ആവശ്യമില്ലാത്ത ഒന്നിനെ ചൊല്ലി അദ്ദേഹത്തിന് വിലപിക്കാൻ ഇടവന്നത്. ഇന്നല്ലെങ്കിൽ നാളെ മണ്ണടിയാൻ വിധിക്കപ്പെട്ടിട്ടുള്ളതാണ് ശരീരം. ആത്മാവിനെ പോലെ പ്രാധാന്യം ശരീരത്തിനില്ല. ഇതറിഞ്ഞ ആ വ്യക്തി ശരിക്കും വിജ്ഞാനിയാണ്. ഭൗതിക ശരീരത്തിന്റെ അവസാനാന്തരങ്ങൾ എന്തായാലും അയാൾക്ക് വ്യസനിക്കാൻ വകയില്ല. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു വാക്ക് എന്താ പറഞ്ഞിട്ട്, ആൻഡ് ബിക്കോസ് he was lacking in the knowledge, he should not have posted himself a very learned man. അപ്പൊ ഇവിടെ അർജുന ഇങ്ങനെ മീൻസ് വളരെ ലേണഡ് ആയിട്ടാണ് ഭഗവാന്റെ അടുത്ത് പറയണത്. പക്ഷെ എന്നാലും അതിന്റെ ഉള്ളിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഭഗവാൻ ഇതെല്ലാം പറഞ്ഞു. ഇപ്പൊ ഇതില് ഒരിക്കല് ഒരു ചെറിയ ഒരു എനിക്ക് തോന്നുന്നു കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇങ്ങനെ ലെക്ചറിൽ നമ്മൾ കേട്ടോണ്ടിരുന്നതാണ് പറയണത്. വലിയ വലിയ ഗുരുകൾ ഇരുന്ന് പറയണത് കേട്ടാണ്. ഒരിക്കലും ഒരു പ്ലെയിനിന്റെ ഉള്ളില് ഒരു യാത്ര ചെയ്യുമ്പോൾ ഒരു പ്ലെയിൻ ഭയങ്കര ട്രബുലേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പ്ലെയിൻ വളരെ ഡിസ്റ്റർബ് മോഡിലും ട്രിബുലേഷനിൽ ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ അതിന്റെ ഉള്ളിൽ എല്ലാവരും വളരെ ഡിസ്റ്റർബ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പേടിച്ചും ഭയങ്കര ഭഗവാനെ വിളിക്കലും അമ്മേനെ വിളിക്കലും അച്ഛനെ വിളിക്കലും കരയലും വെള്ളം ചോദിക്കലും പിന്നെ അവരുടെ മറ്റേ സൈഡിൽ നിന്ന് ഓക്സിജൻ എടുത്ത് വായിൽ ഫിറ്റ് ചെയ്യലും എല്ലാം കൊണ്ടിരിക്കുമ്പോ അപ്പൊ ഒരു ഇത്തിരി കഴിഞ്ഞപ്പോ പ്ലെയിൻ പിന്നെ നോർമൽ മോഡലായി. പൈലറ്റ് അനൗൺസ് ചെയ്തു നമ്മളെ ട്രിബുലേഷൻ എല്ലാം നോർമലായി, നിങ്ങൾക്ക് നിങ്ങളെ സീറ്റ് ബെൽറ്റ് ഊരിയിടാം, അങ്ങനെല്ലാം പറഞ്ഞ് നിൽക്കുമ്പോ അതിന്റെ അടുത്തൊരു കുട്ടി ഇങ്ങനെ വളരെ ഫോക്കസ് ആയിട്ട് ബുക്ക് വായിച്ചും അവളുടെ എൻജോയ്മെന്റിലായിരുന്നു അവള്. അപ്പൊ അവളുടെ അടുത്ത് അടുത്തിരിക്കുന്ന ഒരു കുട്ടി ചോദിച്ചു, അടുത്തിരിക്കുന്ന ഒരു സ്ത്രീയും ഫാമിലി ചോദിച്ചു, നീ എന്താണ് ഞങ്ങൾ ഇങ്ങനെ കരഞ്ഞ്, നിനക്കൊന്നും മനസ്സിലായില്ലേ പ്ലെയിനിന്റെ ഉള്ളിൽ എന്താ നടന്നതെന്ന്? നീ വളരെ നിന്റെ ബുക്കും പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, ഇവിടെ കണ്ടില്ലേ ഇതെല്ലാം ഇങ്ങനെ ഇത്ര ഡിസ്റ്റർബ് ആയിട്ട് ആളുകൾ കരഞ്ഞുകൊണ്ടിരിക്കണേ, നിനക്കൊന്നും പിടികിട്ടിയില്ലേന്ന്. അപ്പൊ പെണ്ണ് പറഞ്ഞു ഐ ഡോണ്ട് വറി. പറഞ്ഞു എന്താ നീ വരി ചെയ്ത്? പറഞ്ഞു എന്റെ ഫാദർ പൈലറ്റ് ആണ്, ആളുടെ ഡ്യൂട്ടിയാണ് എന്നെ സേഫ് ആയിട്ട് കൊണ്ട് എത്തിക്കല്. അപ്പൊ എന്റെ ഫാദർ പൈലറ്റ് ആണ്, ഞാൻ ഈ ഫ്ലൈറ്റിൽ ജർണിയിൽ ഇരിക്കുകയാണ്. എന്റെ ഫാദർ പൈലറ്റ് ആകുമ്പോ എനിക്ക് അവരും പേടിക്കേണ്ട ആവശ്യമില്ല. ഫാദർ എന്റെ ഫാദറിന് അറിയാം, ഞാനും ബാക്കിൽ ഇരിക്കണ്ട, എനിക്കറിയാം എന്റെ ഫാദർ പൈലറ്റ്, ഫാദർ ടേക്ക് കെയർ ചെയ്തോളും. അതേമാതിരി ഈ ജർണിയിൽ ഇപ്പൊ നോളേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഒരു അത്യാവശ്യമാണ്. നമ്മളിപ്പോ ഈ ഭഗവത്ഗീത ക്ലാസ് കേട്ട് ഇപ്പൊ 2ാം ചാപ്റ്ററിൽ 28ാമത്തെ വേഴ്സിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇത് ഇങ്ങനെ മുന്നോട്ട് പോകും. പക്ഷെ ഇത് എല്ലാ ഡിവോട്ടികളും ഇത് പറയണത് എല്ലാം എക്സാൾട്ടഡ് രീതിയിലാണ് പഠിച്ചിട്ട് അവരെ നോളേജ് എടുത്തിട്ട് അവര് ഗ്രൈൻഡ് ചെയ്ത് പഠിച്ച് രാത്രിയും രാവിലെ ഇരുന്ന് പഠിച്ചിട്ടാണ് ഇത് ഡെലിവർ ചെയ്യണം. അല്ലാണ്ട് വെറുതെ ആരും സയന്റിസ്റ്റുമാരൊന്നുമില്ല ബുക്ക് കയ്യിൽ കൊടുത്തു ഭഗവത്ഗീതയുടെ. ഈവൻ ഒരു സയന്റിസ്റ്റുമാർക്കും ഭഗവത്ഗീത കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഡിവോട്ടിയുടെ മാതിരി അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അത് വേറെ വിഷയമാണ്. നമ്മൾ വിചാരിക്കും ഒരു ചെറിയൊരു ഡിവോട്ടിയാണ്, അവൻ എന്തൊട്ട് പഠിച്ചു, അവൻ എന്തൊട്ട് പറഞ്ഞു. പക്ഷെ പ്രഭുജി മാതാജി ഒരു വലിയൊരു ഒരു വിദ്യാഭ്യാസമുള്ള ആള് കൊണ്ട് ഭഗവത്ഗീത കയ്യിൽ കൊടുത്ത കുറെ തിരിച്ചു മിരിച്ചു നോക്കിയിട്ട് നമ്മളെ ചിരിച്ചിട്ട് പറയും, നീ പറയും, അവൻ ഒന്നും പറയാൻ പറ്റാണ്ടാവും. അവൻ വേണമെങ്കിൽ 2-3 വാക്ക് വല്ല ഫിലിം ഡയലോഗിൽ അടിച്ചു പറയാം, കൃഷ്ണ ഈസ് ലൈക്ക് ദാറ്റ്, അർജുന ഈസ് ലൈക്ക് ദാറ്റ് ആൻഡ് ദെൻ കർണ ഈസ് ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞ് 2 വാക്ക് പറഞ്ഞിട്ട് അവൻ സ്പീച്ച് കൊടുത്തിട്ട് പോകും. ബട്ട് നമുക്ക് പ്രഭുപാദ് പഠിപ്പിച്ചിട്ടുള്ളത്, നമ്മളെ ഗുരു പറയണത്, നമുക്കൊരു ഡിവോട്ടികൾക്ക് അറിയുള്ളൂ നമ്മൾ എത്രയാണ്. അതുകൂടാതെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ദ മെസ്സേജ് ഹു പ്രീച്ച് അബൌട്ട് മീ അവർക്ക് കൃഷ്ണ എന്നെ ഒരു ഭയങ്കര ഇതാണ് കൊടുത്തിരിക്കുന്നത്, ഒരു റെക്കഗ്നൈസേഷൻ ആണ്. ഭാഗവതത്തിൽ എഴുതിയിട്ടുണ്ട്, അത് എവിടാണ്ട് 18th ചാപ്റ്ററിലാണ്ട്, ഐ വിൽ നോട്ട് ഫർഗെറ്റ് ദ ഡിവോട്ടി. സോ ദാറ്റ് മീൻസ് യു ഷുഡ് നോ ദാറ്റ് ഈ നോളേജ് ഉണ്ടല്ല, ഈ ഭഗവത്ഗീതയില് 6ാമത്തെ ചാപ്റ്ററിൽ 6th ഈ ബുദ്ധി തന്നെയാണ് നമ്മളെ ശത്രു.
ഈ ബുദ്ധി തന്നെയാണ് നമ്മളെ ഫ്രണ്ട്. 6th chapterൽ 6th verse of Bhagavad Gita is telling that. But what is that intelligent now? നമ്മൾ സ്കൂളിൽ പഠിച്ച ഇന്റലിജന്റ് അതൊരു വേറെ സൈഡിലാണ് നടക്കുന്നത്. ഈ ലെവലിലുള്ള ഇന്റലിജന്റ് ഈ ഭക്തന്മാരുടെ കൂടെ നമ്മൾ നടുവിലിരിക്കുമ്പോ അത് വേറൊരു ഇന്റലിജന്റ് ആണ് പ്രഭുജൻ മാതായി. നമുക്ക് അതിനെ പറ്റി അറിയണമെങ്കിൽ നമുക്ക് അതിന്റെ ഉള്ളിൽ ശരിക്കും ആ ജേർണിയുടെ ഉള്ളിൽ നമ്മൾ ഒരു ഇൻവോൾവ്മെന്റ് ആവണം. അല്ലാണ്ട് വെറുതെ ഒരു പ്രഭു ക്ലാസ് എടുത്തു, 5:30 മണിക്ക് വന്നിരുന്നു, വെറുതെ ഒരു പേരിനിട്ടു, ബന്ധാക്കി പോയി. അതുകൊണ്ട് എന്ത് നമുക്ക് വാട്ട് നോളജ് ആർ യു ഗോയിങ് ടു ഗെയിൻ? ഇപ്പൊ അർജുന ഇവിടെ ലെമന്റ് ചെയ്യാണ്. കൃഷ്ണ പറയാണ് നീ ലേണഡ് മാന്റെ മാതിരി സംസാരിച്ചിട്ട് വാട്ട് ഈസ് ദാറ്റ്? ഇതേമാതിരിയാണ് സി ദ കമ്പാഷൻ ലെവൽ. They are talking on compassion. Arjuna is lamenting on compassion level. ഇപ്പൊ നമ്മൾ ഇത് പറയാന്ന് വെച്ചാല് ഈ കമ്പാഷൻ എന്ന വാക്കില് ആളുകൾ പറയാണ് അവർ കമ്പാഷൻ ആണ്, അർജുന കമ്പാഷൻ ആണ്. കമ്പാഷൻ കോ ക്യാ ബോൾത്തെ? അനുകമ്പ ആണ്. അർജുന ഇങ്ങനെ ആ പ്ലാറ്റ്ഫോമിലാണ് അർജുന ലെമന്റ് ചെയ്യണത്. ഓക്കെ ഫൈൻ, ബട്ട് അർജുനക്ക് ലെമന്റ് ചെയ്യുന്നുണ്ട്. ബട്ട് വാട്ട് ഈസ് കൃഷ്ണ ടെലിംഗ് ഹിം? കൃഷ്ണ പറയാണ് അധർമ്മത്തിന്റെ വിരോധമായിട്ടുള്ള ആളുകളെയാണ് കൃഷ്ണ പറഞ്ഞു കൊടുക്കണത്. യു നീഡ് ടു കിൽ ദം. ബിക്കോസ് നമ്മൾ കൃഷ്ണന്റെ ത്രൂ ഒരു ചാനലിൽ പോവാന്ന് വെച്ചാല് വി നീഡ് ടു ഫോളോ ദ ഇൻസ്ട്രക്ഷൻ ഓഫ് വാട്ട് കൃഷ്ണ ഈസ് ടെലിംഗ് അസ്. ഇപ്പൊ ഇതേമാതിരി ഒരു മിലിറ്ററിയുടെ ഉള്ളിൽ ഒരാൾ യുദ്ധത്തിന് പോയിട്ട് അവര് ഇപ്പൊ ഇന്നത്തെ കാലത്തിന് നമ്മൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക യുദ്ധം നടന്നു. യുദ്ധത്തിൽ ഇവിടുന്ന് നമ്മളെ ഇൻസ്ട്രക്ഷൻ ഓഫ് മിലിറ്ററി ആർമി മിനിസ്റ്ററുടെ പുറത്ത് സിവിൽ ഡിഫൻസ് മിനിസ്റ്റർ നമ്മൾ ആർമി ഡിഫൻസ് മിനിസ്റ്റർ പറയാണ് നിങ്ങൾ ഇന്ന സമയത്ത് ഇന്ന അറ്റാക്ക് ചെയ്യണം. അവര് അറ്റാക്ക് ചെയ്യുമ്പോ പിന്നെ അവർക്ക് റെക്കഗ്നേഷൻ കിട്ടുന്നത് ടിവിയിലും ന്യൂസിലും എല്ലാ സ്ഥലത്തും ഒരു പേഴ്സണാലിറ്റി 2-3 പേരും ഒരു ഫേമസ് ആയതുകൊണ്ട് ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ എല്ലാം പേരിന്റെ പുറത്ത്. ഇപ്പൊ അവര് ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ട് അവിടെ ബോംബിടണു, ഇവിടെ ബോംബിട്ട് എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നാളെ 2-3 പേരെ വെടിവെച്ച് അവര് നമ്മളെ അപ്പോസിഷൻ ആയിട്ടുള്ള കൺട്രിയിൽ എല്ലാരും വെടിവെച്ച് അവർ കൊണ്ടുവന്നു. ആ ഗണ്ണനെ വെച്ചിട്ട് അവര് ആ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവര് പിന്നെ നാട്ടിൽ വന്നിട്ട് 2-3 പേരെ എന്തെങ്കിലും ക്രിമിനലിൽ എവിടെയെങ്കിലും അവർ ഓഫൻസ് ചെയ്ത് അവർ ആ മിലിറ്ററി ഓഫീസർ തന്നെ വെടിവെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരാഴ്ച മുന്നേ സർട്ടിഫിക്കറ്റ് കിട്ടാണ്. നാളെ മറ്റന്നാ വന്ന് അവര് 2-3 പേരെ അവരെ ബിൽഡിങ്ങിൽ എന്താണ്ട് ചെറിയ പ്രശ്നം കഴിഞ്ഞ് വെടിവെച്ച് കഴിഞ്ഞാൽ അവരെ പോലീസ് വന്ന് ജയിലിലിടാണ്. ഇവിടെ 2 കാര്യം നടക്കണത്. അതാണ് പറയണ നോളേജ് എന്ന്. നോളേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി നീഡ് ടു നോ ദാറ്റ് what is the intelligence that Bhagwan is teaching us. Bhagwan is teaching to follow the dharma. നമ്മള് ഇപ്പൊ യുധിഷ്ഠിർ മഹാരാജും വളരെ കമ്പാഷനേറ്റ് ആയിട്ട് ഈ എല്ലാരെയും കൊന്നിട്ട് അതും നല്ലൊരു നമ്മളെ സീക്വൻസിൽ ഭാഗവതം നടന്നുകൊണ്ടിരിക്കുകയാണ്. യുധിഷ്ഠിർ മഹാരാജ് എല്ലാരെയും കൊന്നിട്ട് ആ ടെൻഷനിലായിട്ട് ഭഗവാന്റെ അടുത്ത് പോയി വിഷമിച്ച് പറയാണ് ഞാൻ വളരെ ബുദ്ധിമുട്ടിൽ ടെൻഷനാണ്, ഞാൻ വളരെ ദുഃഖത്തിലാണ്, ഇതെല്ലാം ഞാൻ ഇങ്ങനത്തെ സിന്നുകളെല്ലാം ചെയ്തു. അപ്പൊ അതിനെ പറ്റിയിട്ട് ഈസ് നോട്ട് ഹാപ്പി. ബട്ട് ദെൻ ഭഗവാൻ ടോൾഡ് ഓക്കെ. ഭഗവാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ ആളെ ഭീഷ്മ മഹാരാജിന്റെ അടുത്തേക്ക് വിട്ടു. ഭീഷ്മ മഹാരാജിന്റെ അടുത്തേക്ക് വിട്ടപ്പോ എന്താണ് ഭീഷ്മ മഹാരാജ് എന്താ പറഞ്ഞത് അവർക്ക്? അഹോ കഷ്ടം, അഹോ അന്യായം, നിങ്ങളെ പുറത്ത് ഇത്ര കഷ്ടങ്ങൾ നടന്നു, ഇത്ര അന്യായങ്ങൾ നടന്നു. ആദ്യത്തെ ശ്ലോകം അതാണ് അവരായിട്ട് യുധിഷ്ഠിർ മഹാരാജ് പറയണത്. നിങ്ങൾ ഇത്ര നല്ല സോളാണ്. ഐ തിങ്ക് 3:1-9-12 ഓഫ് ഭാഗവതം 1:9-12 നമുക്കത് കാണാം. ഭാഗവതത്തിന്റെ ഉള്ളില് അഹോ അന്യായം, അഹോ കഷ്ടം, നിങ്ങളെ പുറത്ത് ഇത്രയായിട്ടുള്ള കാര്യങ്ങൾ നടന്നു. പിന്നെ അതുകൂടാതെ നിങ്ങൾ ഒരു നല്ല സോളായിരുന്നു. പക്ഷെ നിങ്ങൾ എങ്ങനെ നിങ്ങൾ ഇത്ര ട്രബുലേഷനിൽ പോയപ്പോ നിങ്ങൾ ചത്തുപോയേനെ. വേറെ വല്ലവർ കാണിച്ചാലും ആ സ്ഥാനത്ത് ചത്തുപോയതിന് അത്ര കഷ്ടമല്ല. അവര് അഹോ കഷ്ടം, അഹോ അന്യായം, അഹോ കഷ്ടം, അവര് അത്ര കഷ്ടപ്പെടുത്തി അവരിട്ടിട്ട് ദുര്യോധൻ എന്നാ വനവാസത്തിൽ വിടുന്നു, അവിടെയും അവരെ വിടുന്നില്ല. എവിടെ പോയാലും അവരിട്ട് കഷ്ടപ്പെടുക. അത്ര കഷ്ടപ്പെട്ടിട്ട് വേറെ വല്ലവരാണിച്ചാല് അവരവിടെ പോയിരിക്കും. ചിന്തിച്ചിട്ട് മെന്റലി ദേ വുഡ് ഹാവ് ബീൻ ഡിസാസ്റ്റർ സ്റ്റേജ്. പക്ഷേ ഭഗവാൻ ഇതിന്റെ ഉള്ളിൽ എന്താ ഭീഷ്മ മഹാരാജ് പറഞ്ഞു കൊടുത്തത്? അവരുടെ കൂടെ ഈ 3 പേരുണ്ടായിരുന്നു. ആരാണ്? ബ്രാഹ്മണാസ്, പിന്നെ മറ്റേതായിരുന്നു ഭഗവാൻ, പിന്നെ അവര് ധർമ്മം. The 3 things helped us.
when these three things are there, then who is going to take the life? അവർ ഈ മൂന്ന് ഇപ്പൊ നമ്മൾ തന്നെ നോക്ക് ബ്രാഹ്മണ പ്രഭുവൻ മാത ഈ കമ്പാഷൻ എന്ന് പറയുമ്പോണ്ടല്ലോ, ഇപ്പൊ അർജുന is showing the compassion to his relative who is not following ഇത് അധർമ്മത്തിന്റെ വഴിയിലാണ് അവർ പോയോണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇവർ കാണിക്കുന്ന കമ്പാഷൻ. അർജുന പോയിട്ട് പറയണത് സ്വന്തം ഭാര്യനെ സാരി അഴിച്ചു കളയാനും സ്വന്തം പിള്ളേരെ കൊന്നു കളഞ്ഞിട്ടും അവരുടെ കൂടെയാണ് ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് കൊല്ലാൻ പാടില്ല, ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഈ കമ്പാഷനാണ് അർജുന കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കണം ഭഗവാൻ എങ്ങനെയാണ്. ഭഗവാൻ ധർമ്മത്തിന്റെ വിരോധത്തിൽ ഒരിക്കലും റിലീജിയസ് പ്രിൻസിപ്പളിൽ എല്ലാം റൂൾസ് ഫോളോ ഭഗവാൻ അവരുടെ കൂടെയാണ്. ബട്ട് ധർമ്മത്തിന്റെ വിരോധത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഭഗവാൻ അവരുടെ നമ്മൾ ഭഗവാൻ പറഞ്ഞു യഥാ യഥാ ഈ ധർമ്മസ്യ ഗ്ലാനിർ ഭവതി ഭാരത. ആ ശ്ലോകനെ ഭഗവാൻ പറഞ്ഞു അവിടെ ഞാൻ വരും. ഏത് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ അവിടെ ഭഗവാനാണ് ആദ്യം ധർമ്മത്തിന് വിരോധത്തിലായിട്ട് വരാം, റിലീജിയസിന് അഗേൻസ്റ്റിൽ പോകുമ്പോ. ഇപ്പൊ ഭഗവാൻ ഡയറക്ട്ലി വന്നു എന്ന് വരും, ഭഗവാൻ ഇൻഡയറക്ട്ലി വന്നു എന്ന് വരും അവിടെ. പക്ഷെ ഭഗവാന്റെ പവറാണ് അവിടെ ഉള്ളത്. ഇപ്പൊ ഇവിടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കാണ് അർജുനന്റെ അടുത്ത്, നീ ഇപ്പൊ പ്രഭുജൻ മാതാജി ഇപ്പൊ നമുക്ക് നോക്കാന്ന് വെച്ചാൽ ഈ കമ്പാഷൻ എന്ന് പറയണത്, ഇപ്പൊ നമ്മള് ഈ പറയുന്ന വ്യക്തി, ഇപ്പൊ ഞാൻ ഇരിക്കുന്നത്, ഞാനും ധർമ്മത്തിന്റെ അഗേൻസ്റ്റ് പല കാര്യങ്ങൾ ചെയ്തൂല. നമ്മള് ഇറച്ചി മീൻ തിന്നു, നോൺ വെജിറ്റേറിയൻ ഫീൽഡിൽ പോയി. പിന്നെ നമ്മൾ ഇപ്പൊ ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ പല അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അതിൽ 3 ബെഡ്റൂം ഉണ്ട്, 4 ബെഡ്റൂം ഉണ്ട്, 5 ബെഡ്റൂം ഉണ്ട്. പിന്നെ കേരളത്തിലാവുമ്പോ വലിയ വലിയ വീട്, ചെറിയ ചെറിയ വീട്, അതിന്റെ ഉള്ളിൽ ഭഗവാൻ ഓരോരുത്തരെ വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ ഓരോരുത്തരെ വെച്ചുകൊണ്ട് ഈ ഭഗവാന്റെ കമ്പാഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ നമുക്ക് ഇപ്പൊ നമ്മൾ പറയണ ആരെയും ഇപ്പൊ നമുക്ക് ആരെയും കമ്പാഷൻ കാണിക്കാൻ പാടില്ല. അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വന്നിരുന്നേനെ. would be in this stage now here who I am sitting as a personality. ഞാനിപ്പോ വലിയ തിലക്കിട്ടിരിക്കുന്നു, വലിയ കുർത്തയെല്ലാം ഇട്ട് കണ്ടിമാലയെല്ലാം കെട്ടിയിട്ടിരിക്കുമ്പോ ഞാൻ ഈ കണ്ടിമാല കെട്ടി വീട്ടിലിരിക്കുന്ന എന്റെ സത്യമായ അവസ്ഥ, ഞാൻ വേണമെങ്കിൽ ഒരു ഡ്രാമ ആർട്ടിസ്റ്റ് ആയിരിക്കാം. ഞാൻ നിങ്ങളുടെ മുന്നില് നിങ്ങളെ കാണിക്കാൻ വേണ്ടി 5:30 മണിക്ക് ഒരു തിലക്കും ഇട്ടു, ഒരു നല്ല കുർത്തയും ഇട്ടു, ഒരു കണ്ടിമാലയും കെട്ടി നിങ്ങളുടെ മുന്നിൽ ഭയങ്കര സ്പീച്ച് കൊടുക്കാം. ഭഗവത്ഗീതനെ പറ്റി സ്പീച്ച് ഭയങ്കര ഒരു 45 മിനിറ്റ് കഴിഞ്ഞാൽ ഭയങ്കര കൈകൊട്ടി അടിയും ഭയങ്കര പൂമാലയും എല്ലാം ഇട്ട് എന്നെ നിങ്ങൾക്ക് പൊക്കാൻ വേണമെങ്കിൽ. ബട്ട് എന്റെ റിയൽ ആയിട്ടുള്ള എന്റെ പേഴ്സണാലിറ്റീനെ എന്നെ അറിയണമെങ്കിൽ എന്റെ ഭാര്യയുടെ അടുത്ത് ചോദിക്കണം, എന്റെ മക്കളുടെ അടുത്ത് ചോദിക്കണം, ഈ രാധാ ദാമോദർ പറഞ്ഞ വ്യക്തി വീട്ടിന്റെ ഉള്ളിൽ എങ്ങനെയാണ്. ഈ നോളേജ് ഇപ്പൊ ഈ തന്നിട്ടുള്ള ഈ നോളേജ് നമ്മൾ എല്ലാരും ഭക്തന്മാരായിട്ട് ഇരിക്കുകയാണ് ഇവിടെ, എല്ലാരും ഭക്തന്മാർ. പക്ഷെ നമ്മളെ ഈ വീട്ടിന്റെ ഉള്ളിലത്തെ ഈ സ്റ്റേജ് ഇത് ആർക്കാണ് അറിയാൻ പറ്റുക സത്യാവസ്ഥയില്? നിങ്ങളെ വൈഫിന് അറിയാം, വൈസ വർഷ എന്ന് പറയും ഇംഗ്ലീഷില്. ഇത് നമുക്ക് ചേഞ്ച് ആവുന്നത് എങ്ങനെയാണ്? നമ്മളെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യണം. കമ്പാഷൻ കാണിക്കേണ്ടത്, ആദ്യത്തെ കമ്പാഷൻ എന്റെ വൈഫിനും എന്റെ പിള്ളേർക്കും ഭാര്യയ്ക്കും എന്നെയാണ് കാണിക്കേണ്ട കമ്പാഷൻ. അല്ലെങ്കിൽ ഞാൻ പോയിട്ട് നാട്ടുകാർക്ക് പോയിട്ട് കമ്പാഷൻ കാണിക്കാണ്. ഓഹോ ഹരേ കൃഷ്ണ പ്രഭുജി, ഹരേ കൃഷ്ണ, ദണ്ഡവത്ത്. വീട്ടിന്റെ ഉള്ളിലാണെന്ന് മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐ എം സോറി പ്രഭുജൻ മാതാജി, then this is not the compassion. Compassion has to start, മഹാരാജ് പറയണ compassion has to start from your own house. നിങ്ങൾ നാളെ ട്രിവാൻഡ്രത്തിലോ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ രാധാ ദാമോദർ എങ്ങനെയാണ് വൈഫിന്റെ അടുത്ത് ചോദിക്കും, അവര് പറഞ്ഞുതരും. അതേമാതിരി നിങ്ങൾ എങ്ങനെയാണെന്ന് ദാറ്റ് ഈസ് ദ കമ്പാഷൻ. കൃഷ്ണ ഈസ് ടീച്ചിങ് അർജുന ദ നോളേജ്. ഈ നോളേജ് കേട്ടിട്ട് നമ്മളെല്ലാരും പഠിച്ച് നമ്മളേലും മാറ്റങ്ങൾ കൊണ്ടുവരാണ്. എന്നേലും മാറ്റങ്ങൾ കൊണ്ടുവന്നത് ആരാണ്? എന്റെ ഗുരു മഹാരാജ്. എന്റെ ഡിവോട്ടികളുടെ കൂടെ ഞാൻ അസോസിയേഷൻ ചെയ്യണ്. ആ ഡിവോട്ടികൾ എന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ പറയണ എന്റെ മഹാരാജ് വിചാരിക്കുകയാണ് ഞാൻ എന്നെ രാധാ ദാമോദർ ഈ പറഞ്ഞ വ്യക്തിനെ കമ്പാഷൻ കാണിക്കേണ്ട, അവൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞു. അല്ല, ആ കമ്പാഷൻ കൃഷ്ണ ഈസ് ടെല്ലിങ്. ആ ധർമ്മത്തിന്റെ വിരോധം നടക്കുമ്പോ അവിടെ അവരെ കൊല്ലണം. കൃഷ്ണ പറയാണ് യു നീഡ് ടു കിൽ ദം. വൈ യു നീഡ് ടു കിൽ ദം? ബിക്കോസ് ഹി ഹാസ് ബീൻ ഓൾറെഡി കിൽഡ്. കൃഷ്ണ എല്ലാരും കൊന്നു കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ നിമിത്തം മാത്രമാണ് അവിടെ അർജുനൻ ആവണത്. നിനക്ക് വേണമെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. You can participate in this yuddha and you can take the credit. നിമിത്ത് മാത്രം. നമുക്ക് കമ്പാഷൻ
ഇപ്പൊ ഗുരു മഹാരാജ് എന്നെ കമ്പാഷൻ കാണിച്ച് ഞാൻ ഇവിടെ ഇരുന്നില്ലെങ്കിൽ that is why it is 3 point Srimad Bhagavatam chapter 3rd canto 5th chapter sloka number 3 വിമോക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാല് വിമുഖ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൃഷ്ണന്റെ പ്രോഗ്രാം നടക്കുമ്പോ ഞാൻ ഹരേ കൃഷ്ണ വരോ മാതാജി പ്രഭുജി നിങ്ങൾ ഡിവോട്ടിയാണ് നിങ്ങൾ പ്രോഗ്രാം അപ്പൊ മോൻ തിരിച്ചിട്ട് പോവാണ് നമ്മളെല്ലാം. കൃഷ്ണന്റെ പ്രോഗ്രാമിന് വിളിക്കുമ്പോൾ നമുക്ക് ആർക്കും വരാൻ വയ്യ, 100 എക്സ്ക്യൂസ് തരും. അവിടെ പ്രോഗ്രാം ആണ്, ചിലര് ബെഡ്റൂമിൽ ഒളിച്ചിരിക്കും, ഇവരുടെ ഫോൺ വരുമ്പോ അവിടെ വരുമ്പോ ഈ ആളുകളെയാണ് നമ്മൾ കമ്പാഷൻ കാണിച്ചിട്ട് നമ്മളെ ഗുരു മഹാരാജ് ഇപ്പൊ നമ്മളെല്ലാം അങ്ങനെയല്ല ഒരു പൊസിഷനിൽ. അല്ലാണ്ട് നമുക്ക് മാതാജി പ്രഭുജി നമുക്ക് ഭഗവത്ഗീതയുടെ ഉള്ളിൽ 100 ഇങ്ങനത്തെ ക്ലാസ്സുകൾ 100 കേട്ടോണ്ടിരിക്കുക, എന്നിട്ട് 100 തവണ കൈകൊട്ടി വാങ്ങി ക്ലാപ്പ് വാങ്ങിക്കൊണ്ടിരിക്കുക, നല്ല ക്ലാപ്പ്. പക്ഷെ we have to see that how our Guru Maharaj has selected us to sit in this position and hear the lecture and to deliver the message of Krishna. Otherwise, if he would have not shown the compassion to us, നമ്മളെ കമ്പാഷൻ ഗുരു മഹാരാജ് കാണിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഇവിടെ വന്നേന്നില്ല. ശ്രീമദ് ഭാഗവതം 3:5-3 പറയാണത്. കാരണം ഞാനും മോൻ തിരിഞ്ഞിട്ട് പോയിരുന്ന വ്യക്തികളാണല്ലോ നമ്മളെല്ലാം, എല്ലാവരുടെയും മാതിരി. അവര് നമ്മളെ കമ്പാഷൻ കാണിച്ചു, നമ്മളെ കൊണ്ടുവന്ന് നമ്മളാണ് ഇവിടെ ഇരിക്കുന്നത്. അതേമാതിരി നമ്മൾ ഈ മെസ്സേജ് കേട്ടിട്ട് നമ്മളിൽ മാറ്റം വരണം. ഈച്ച് ആൻഡ് എവ്രിബഡി. നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ മിഠായി വാങ്ങാൻ കരഞ്ഞു, നമ്മളെ റിലേറ്റീവ് നമ്മൾ ഗ്രാജുവലി ചേഞ്ച് ആയി. അതിന് നമ്മളിപ്പോ ഇപ്പൊ വയസ്സാകുമ്പോ അവരെ കാണുമ്പോ നമ്മൾ കരയണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കരയാതെ ആ വല്യമ്മയും ആ അമ്മാവന്മാരെല്ലാം വരുമ്പോ അവർക്ക് 75 വയസ്സാകുമ്പോ എനിക്കിപ്പോ 50 വയസ്സായിരിക്കുകയാണ്. എനിക്ക് മനസ്സിലാകുമ്പോ അവർ ഈ ലോകം വിട്ടുപോകുമ്പോ എന്റെയും ഓൾറെഡി പ്ലാറ്റ്ഫോം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. So what is there to cry? He is just a soul and the body covered. Body ഇവിടെ കിടന്നിരിക്കും, ശരീരം പോവും. ശരീരം പോയി കഴിഞ്ഞാൽ ഇത് വേറൊരു പ്ലാറ്റ്ഫോം. പ്രഭു and മാതാജി, Bhagavatam is such a platform. 10:5 point Srimad Canto 10:5, 24 and 25. The discussion is between Narada Maharaj and Vasudev. അവര് എന്താ പറയണെന്ന് വെച്ചാല്, നമ്മളെല്ലാം റിലേഷൻ എത്രയാണ് അറിയുന്നത്. ഈ സോളിന്റെ ഉള്ളിൽ, നമ്മളെ വീട്ടിന്റെ ഉള്ളിൽ കുറെ സോളുകൾ ഉണ്ട്. നമ്മൾ വിചാരിക്കും ഭഗവാൻ പറയാണ് ശ്ലോക, ഈ സോളിനെ ആരും കൊല്ലാൻ പറ്റില്ല, അതിനെ തീയിട്ട് കളയാൻ പറ്റില്ല, കത്തിയിട്ട് കുത്തിയ വെള്ളം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ചിലവര് പറയാറ് ഈ പോപ്പുലേഷൻ എങ്ങനെ കൂടണം അങ്ങനെയാണെന്ന് വെച്ചാല്, ഈ സോള് ചാവണില്ലെങ്കിൽ പോപ്പുലേഷൻ അതേമാതിരി കണ്ടിന്യൂ ആയി പോണല്ലോ, ശരിയല്ലേ? അപ്പൊ പോപ്പുലേഷൻ കൂടാൻ പാടില്ല. കാരണം സോൾ ഈസ് ജസ്റ്റ് ചേഞ്ചിങ് എ ക്ലോത്ത് ആൻഡ് ദ സോൾ ഈസ് കമ്മിങ് ഇൻ അതർ ബോഡി. സോ ദ പോപ്പുലേഷൻ ഷുഡ് റിമെയിൻ കോൺസ്റ്റന്റ്. അവിടെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നോളേജ് നമുക്കെല്ലാം കിട്ടണം. എന്താണെന്ന് വെച്ചാല്, നമ്മളും എവിടുന്നാണ്ട് ഒരു വ്യക്തി ഈ പുഴു, ഈ കൃമി, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു ഹ്യൂമൻ പോപ്പുലേഷനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ദ പോപ്പുലേഷൻ ഈസ് ഇൻക്രീസിങ് ഡേ ബൈ ഡേ. നമ്മൾ പുഴുവായും എല്ലാം കഴിഞ്ഞ് ഒരു 8.4 മില്യൺ ആണ്ട് നമ്മൾ സൈക്കിൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഹ്യൂമൻ ബോഡിയായി എടുത്തിരിക്കുന്നത്. അപ്പൊ ആ പ്ലാറ്റ്ഫോമിലുള്ള നമുക്ക് ചേഞ്ചസ് ആണ് നമുക്ക് എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എവിടുന്നാണ്ട് ആരാണ്ട് പറഞ്ഞു കല്യാണം കഴിച്ചു കുട്ടിയായി, ആ കുട്ടിയായിട്ടാണ് ഇത് എന്റെ മകനാണ്. ഭാഗവതം 3:31 ഫസ്റ്റില് ഭഗവാൻ പറയണ ഒരു കല്യാണം കഴിച്ചതിനൊരു ഒരു പുരുഷനും വുമൻ ആൻഡ് മെൻ, സ്ത്രീയും വുമൻ ആൻഡ് മെൻ ബന്ധപ്പെടുമ്പോ അവരിൽ നിന്ന് ഉണ്ടാവുന്ന കുട്ടി, അത് ഫസ്റ്റ് ഡേയിൽ ഉണ്ടായിരുന്ന ബീജം, അത് ഞാൻ ഒരു ഫാദർ ആയിട്ട് തരുന്നത്. പക്ഷെ സോളായിട്ട് എൻറ്റർ ചെയ്യണത് ഞാനാണ്. ഐ ആം ദ ഫാദർ. ഭഗവാൻ ഈസ് ടെല്ലിങ് ഐ ആം ദ ഫാദർ. ബട്ട് നമ്മൾ അവരെ എന്താ വിചാരിക്കുന്ന, ഇത് മറ്റേ സയൻസ് ആണ്, കെമിക്കൽ ആണ്. അതാണല്ലോ ഡോക്ടർമാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ ഭഗവാൻ സോൾ ആയിട്ടുള്ളിൽ അതിനെ അക്സെപ്റ്റ് ആ അതിന് സ്ഥാനം കൊടുക്കണു. അതിനാണ്ട് അല്ലാണ്ട് ഇന്ന് ഞാൻ വിചാരിക്കണം എന്റെ അച്ഛന്റെ പേര് ദാമോദരനാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി കഴിഞ്ഞ ജന്മത്തിലും എന്റെ അച്ഛൻ നല്ല വ്യക്തിയാണെങ്കിൽ ഞാൻ ദാമോദരന്റെ വീട്ടിലേക്ക് വരാൻ പറ്റി എനിക്ക് പറ്റോ ദാമോദരന്റെ വീട്ടിൽ ജനിക്കാൻ വേണ്ടി? വീണ്ടും ഇല്ല. എനിക്ക് എന്റെ മമ്മിയും പപ്പയും എനിക്ക് എന്റെ അമ്മയും അച്ഛനും സെലക്ട് ചെയ്യാനുള്ള റൈറ്റ് വരെ എനിക്കില്ല. അത് സെലക്ട് ചെയ്യണത് ഭഗവാനാണ്.
ഭഗവാനാണ് തീരുമാനിക്കുക ഞാൻ ഇനി വീണ്ടും ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് ജനിക്കണോ, അല്ലെങ്കിൽ ഞാൻ വേറെ എന്റെ ഡിഗ്രേഡ്. അറ്റ്ലീസ്റ്റ് ഒരു ഗ്യാരണ്ടി ഭാഗവതത്തിൽ ഇവിടെ എല്ലാം കേൾക്കേണ്ട ഒരു നമ്മൾ ഭഗവത്ഗീതയും ഹരേ കൃഷ്ണ മഹാമന്ത്ര കഴിഞ്ഞ് നമുക്കൊരു അപ്ഗ്രേഡേഷൻ, നമുക്ക് മുകളിലത്തെ ലാഡറാണ് കയറിക്കൊണ്ടിരിക്കേണ്ടത്. നമ്മൾ ഒരിക്കലും ഒരു ഡിവോട്ടി ആയിട്ട് നമ്മൾ കമ്പാഷൻ കാണിക്കേണ്ട തുടങ്ങാൻ തന്നെ ഈ ഭഗവതത്തിന് ഭഗവാൻ പറയണത്, മഹാരാജ് പഠിപ്പിക്കുന്നത്, യു സ്റ്റാർട്ട് ദ ചാരിറ്റി ഫ്രം യുവർ ഹോം. യു സ്റ്റാർട്ട് യുവർ. ഇപ്പൊ നമ്മളെ വീട്ടിലെ ഒരു ബ്രദർ ആയാലും സിസ്റ്റർ ആയാലും നമുക്ക് അവർക്ക് ഒരു 5 പൈസ ആരെങ്കിലും ചോദിക്കണമെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കാണ്ട് കുറെ പോയിട്ട് അമ്പലത്തിൽ കൊടുക്കുക, കുറെ പോയിട്ട് അവരെ കൊടുക്കുക, കുറെ പോയിട്ട് ഇവിടെ കൊടുക്കുക. ദാറ്റ് ഈസ് നോട്ട് കമ്പാഷൻ. വി ഹാവ് ടു ഡു ഓൾ ദ തിങ്സ് ആസ് പെർ ദി ലിമിറ്റേഷൻ ഓഫ് അവർ കപ്പാസിറ്റി. അതാണ് കമ്പാഷൻ. പിന്നെ അതേമാതിരി നിങ്ങൾ കർദമ മുനിയും കൃഷ്ണ വന്നിട്ട് ഭഗവാൻ വന്നിട്ട് കർദമ മുനിനെ ആദ്യം കാണുമ്പോ എന്താ പറഞ്ഞത്? നീ എല്ലാവർക്കും കമ്പാഷൻ ചെയ്യണം, നീ എല്ലാവർക്കും സേഫ്റ്റി കൊടുക്കണം. അതാണ് ദ കമ്പാഷൻ. ഇപ്പൊ അർജുനന്റെ അടുത്ത് ഇവിടെ പറയണത് എന്താണ്? നമ്മളിപ്പോ വേണ, കിങ് വേണ, ഹൂ കിൽഡ് കിങ് വേണ? വേണനെ കൊന്നത് ബ്രാഹ്മണനാണ്. ബ്രാഹ്മണന്മാരാണ് മന്ത്രം ചൊല്ലി 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 സൗണ്ട് കൊണ്ടാണ് വേണനെ കൊന്നു കളയണത്. King Vena is not an ordinary personality. നമുക്ക് പഠിക്കാനുള്ള കുറെ, അല്ലാണ്ട് നമുക്ക് ഭഗവത്ഗീത 13 കാൻഡോ 2 കാൻഡോ ഇതെല്ലാം പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ട്രെയിൻ ഓടണ മാതിരി ഓടിക്കൊണ്ടിരിക്കാം. കഥാമൃത് പ്രഭു ഇതെല്ലാം സെറ്റ് ചെയ്ത് തരും, ഐശ്വര്യ മാതാജി ഇതെല്ലാം സെറ്റ് ചെയ്ത് തരും, നമ്മൾ ക്ലാസ് എടുക്കും. പിന്നെ 25 ക്ലാസ് എന്റെ ആയി, കുറെ വീഡിയോയിൽ വന്നു. കമ്പാഷൻ ഹാസ് ടു സ്റ്റാർട്ട് ഫ്രം ദ ഹോം. ഭഗവത്ഗീത has to start from your own home. നമുക്ക് ഡെയിലി നമ്മളെ ഹാബിറ്റ് ആണ്, നമ്മളെ ഈ നോളേജ് നമുക്ക് കിട്ടണതാണ് നമ്മളെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന്. ഇവിടെ അർജുനനെ പഠിപ്പിക്കാനാണ് വീട്ടിന്റെ ഉള്ളിലാണ് യുദ്ധം. ആളുടെ റിലേറ്റീവ്സ് ആണ്, മൊത്തം ഫ്രണ്ട്സ് ആണ്. അശ്വത്ഥാമ ഈസ് ദ വെരി ക്ലോസ് ഫ്രണ്ട് ഓഫ് കൃഷ്ണ, സോറി അർജുന. ഇഫ് യു ഹിയർ സംവെയർ ഇൻ സ്റ്റഡീസ് ആൻഡ് ഓൾ, അവരാണ് അവരെ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കമ്പാഷൻ ചോദിക്കുമ്പോ എന്താ, കൃഷ്ണ ഈസ് നോട്ട് അർജുന എടുത്ത് പറയണ, അർജുന നീ യു ഷൂട്ട് ദ ആരോ ഓൺ അശ്വത്ഥാമ, യു ഷൂട്ട് ദ ആരോ ഓൺ ദിസ് എന്ന് പറയുമ്പോ അല്ല, അങ്ങനെയല്ല കാര്യം നടക്കണം അവിടെ വളരെ ടെസ്റ്റിംഗ് ആണ്. അർജുന ഇസ് നോട്ട് പിക്കിംഗ് അപ്പ് ദ ആരോ ആൻഡ് ഷൂട്ടിംഗ്. അർജുന വിൽ 10 times ബിഫോർ ഷൂട്ടിംഗ് ഹി വിൽ തിങ്ക്. കൃഷ്ണ പറയണ, ഇപ്പൊ അർജുനന് അവിടെ അശ്വത്ഥാമനെ എന്താണ് ചെയ്തത്? അശ്വത്ഥാമയുടെ മണി ഉള്ള തലേന്നുള്ള മണി അയച്ചു കളഞ്ഞു, മുടി വെട്ടി, അങ്ങനത്തെ അതാണ് ടെസ്റ്റ് നടന്നത്. അവിടെ ദ്രൗപദി ഇത്ര വലിയ ഇത് ചെയ്തിട്ടും എങ്ങനെ മനസ്സിലായത്? ദ്രൗപദി കരഞ്ഞു പറഞ്ഞു, വിട്. ദ്രൗപദി ഡിൻ കിൽ, അല്ലെങ്കിൽ ഒരു വാൾ എടുത്തുകൊണ്ടു ഇന്ന് പിക്ചറിൽ കാണുന്ന മാതിരി 25 കഷ്ണം, അങ്ങനെയല്ല ചെയ്തത്. ബട്ട് ദാറ്റ് ഈസ് ദ കമ്പാഷൻ. That is the study that we have to see. Now Arjuna is crying here, Arjuna is lamenting here. Prabhupada is giving the example. നമുക്ക് ഇപ്പൊ ഈ സോള് പറഞ്ഞു, നമ്മളെ ഈ ആത്മ നമ്മളെ വിട്ടു പോകുമ്പോ നമ്മൾ കരയാൻ നാച്ചുറലി. ഇപ്പൊ ഞാൻ അബുദാബിയിൽ ഇരിക്കുമ്പോ കുറെ എക്സാൾട്ടഡ് ഡിവോട്ടീസുകളുടെ ഫാദറും മദറും എല്ലാം മരിച്ചിട്ട് അവർ ഇന്ത്യയിൽ പോകുമ്പോ, ഞാൻ അവരുടെ വീട്ടിൽ പോകുമ്പോ അവര് നോർമൽ ആയിട്ട് വളരെ ഒരു they will cry and they are then normal. That is the devotees, you know. How that is coming on to them because of the chanting power, because of chanting. അവർക്ക് മനസ്സിലാവാണ് അവരുടെ റിലേഷൻ ഈസ് നോട്ട് വിത്ത് ദ ക്ലോത്ത്, their relation is with the soul. അവരെ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് മാതാജി, അവരുടെ അമ്മയച്ഛൻ പഠിപ്പിച്ചുള്ള ആ ട്രഡീഷൻ ഫോളോ ചെയ്യലാണ് അവർക്ക് ഉള്ള. അല്ലാണ്ട് എന്റെ അമ്മയും അച്ഛൻ വലിയൊരു വ്യക്തിയായിരുന്നു, അവരെ കൊണ്ടൊരു ഫോട്ടോ തൂക്കി മതിലിന്റെ മേലെ, എന്റെ മകൻ വന്നിട്ട് ആ ഫോട്ടോ എടുത്ത് ബെഡ്റൂമിന്റെ ഉള്ളിൽ കൊണ്ട് കളഞ്ഞു, ബെഡ്റൂമിൽ നിന്ന് ബാൽക്കണിയിൽ നിന്ന് പോയി ബാൽക്കണിക്ക് ഇതേ പോയി ഒറ്റ പോക്ക് പുറത്ത്. അതാണ് എത്ര മദറും ഫാദറും വന്നു പോയി. പക്ഷെ നമുക്ക് ഇവിടെ വേണ്ടത് എന്താ? എന്റെ അമ്മയും അച്ഛനും എന്നെ പഠിപ്പിച്ചിട്ട രീതിയും, ഭഗവാന്റെ അമ്പലത്തിൽ പോയിട്ട് ഗുരുവായൂരപ്പന്റെ അമ്പലത്തിൽ കാല് നൽകലും, ഇത് അവിടുന്ന് ഇവിടെ പ്രഭുപാദ്, ഗുരുദേവ്, നിങ്ങളെല്ലാമിന്റെ മർസി കൊണ്ട് നമ്മൾ വന്നിരുന്നിട്ടാണ് ഈ യാത്ര നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്കിപ്പൊ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരേ കാര്യങ്ങൾ മനസ്സിലാവുമ്പോൾ നമുക്ക് കാണേണ്ടത്, പ്രഭുയൻ മാതാജി ഇപ്പൊ ഐ തിങ്ക് വിൽ ഫിനിഷ് ഇൻ 10 minutes. ഇവിടെ നമുക്കിപ്പൊ കാണേണ്ടത്, നമ്മളിപ്പോ ഒരേ സന്ദർഭത്തിൽ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഈ ശ്ലോക നമ്പർ 10.5.24.5 ശ്രീമദ് ഭാഗവതത്തിന്റെ ഉള്ളില്
അവിടെ എഴുതിയിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ വേർഡാണ് വുഡൻ പ്ലാങ്ക്സ്. വാട്ട് ഈസ് വുഡൻ പ്ലാങ്ക്സ്? നമ്മളിപ്പോ പറയുകയാണെന്ന് വെച്ചാല് മരക്കഷ്ണം, അല്ലെങ്കിൽ ചെറിയൊരു എക്സാമ്പിൾ, ഒരു പഴത്തിന്റെ വാഴപ്പിണ്ടി കടലിൽ വീണ് കഴിഞ്ഞാൽ ഒരു 5-6 വാഴപ്പിണ്ടി കടലിൽ വീണു. ആ കടലിൽ വീണ് കഴിഞ്ഞാൽ അതിന്റെ ജേർണി എങ്ങനെയാണ്? ആ വാഴപ്പിണ്ടി ജേർണിയാണ് നമ്മളുടെ ജേർണി ഓഫ് ദ ലൈഫ്. ഈ വാഴപ്പിണ്ടിനെ കെട്ടിയിട്ട് കടലില് നമുക്ക് പിടിക്കാൻ പറ്റുമോ? അവരുടെ വേവ്സിന്റെ ഫോഴ്സ് അനുസരിച്ച് ഒന്ന് ലെഫ്റ്റിൽ പോകും, ഒന്ന് റൈറ്റ് പോകും, ഒന്ന് നേരെ പോകും, ഒന്ന് അവിടെ സ്റ്റക്കായിരിക്കും. പിന്നെ അതേമാതിരി വീണ്ടും ഭാഗവതത്തിൽ എവിടെയാണ്ടുണ്ട്, നമ്മൾ ഒരേ ലാമ്പ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ലാമ്പ് ഇങ്ങനെ പോണതും അവരവരുടെ ഡയറക്ഷത്തിന് പോവാണ്. സാൻഡിന്റെ മാതിരി ഫോഴ്സ് കൊണ്ട് ഡ്രൈ. അപ്പൊ നമ്മൾ ഇതെല്ലാമാണ് നമ്മളെ റിലേഷൻ. ഈ പറയണ മകനും മോളും അമ്മയും അച്ഛനും നമ്മളെ യാത്ര ഒറ്റയ്ക്കാണ്. നമ്മളെ യാത്രയിൽ ഇപ്പൊ ഒരു ചെറിയ എക്സാമ്പിൾ തന്നെ, മെറ്റീരിയൽ വേൾഡിൽ എത്ര വലിയ ഹസ്ബൻഡും വൈഫ് ലവർ എന്ന് പറയാം, വലിയ വലിയ ലവർമാരെ രാത്രി ഉറങ്ങുമ്പോൾ ഒന്ന് കൈ ഇങ്ങനെ കെട്ടി ഇങ്ങനെ ബലമായിട്ട് പിടിച്ചു ഉറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഉറക്കത്തിൽ തന്നെ നമ്മളെ കൈ വിട്ടുപോകും. വി ആർ വിതിൻ 5 minutes you are alone in the sleep. നമുക്ക് ഇതെല്ലാം നമ്മളെ പവർ നമ്മളെ പറഞ്ഞു തരാണ്. യു ആർ അലോൺ, യുവർ ജേർണി ഈസ് അലോൺ. ഭഗവാന്റെ വയറ്റിന്റെ ഉള്ളിൽ വെച്ചിട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് പ്രഭുജൻ മാതാജി. നമ്മള് ഒരു വലിയ എക്സാൾട്ടഡ് ആയിട്ടുള്ള ഡിവോട്ടി അമ്മയുടെ വയറ്റിന്റെ ഉള്ളിൽ നിന്ന്, പിന്നെ അതേമാതിരി നമ്മളെ ഒരു എക്സാൾട്ടഡ് ആയിട്ടുള്ള ഡിവോട്ടി ഒരു നമ്മളെ നോർമൽ ആയിട്ടുള്ള ലിവിങ് ഒരു 2 എക്സാമ്പിൾ നിങ്ങളൊന്ന് എനിക്ക് അതിന്റെ ആൻസർ തരാം. അമ്മയുടെ വയറ്റിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരാൻ റെഡി അല്ലായിരുന്നു. അവിടെ ആ സിറ്റുവേഷനിൽ ഇരിക്കാൻ റെഡി, ആ സിറ്റുവേഷനിൽ ഇരുന്നാൽ മതി. ഞാൻ ഇവിടെയാണ് നല്ലത്. ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ച ആരാണ് ഈ ലിവിങ്ങിലുള്ള 2 വ്യക്തികള്? ഈ 2 ആയിട്ടുള്ള one is who? That one is exalted devotee, one is that all in the world. ആരാണ് അത്? അമ്മയുടെ വയറ്റിൽ നിന്ന് വരണ്ട പറഞ്ഞിട്ട് ഒന്ന് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇരുന്നു. പിന്നെ മറ്റൊരു പ്രാർത്ഥിച്ചു ഭഗവാന്റെ അടുത്ത് എനിക്ക് വരും. ആരാണത്? പറഞ്ഞ മനസ്സിലായില്ല, എന്നോട് പറഞ്ഞു. അമ്മയുടെ വയറ്റിന്റെ ഉള്ളിൽ നിന്ന് അവിടുന്ന് വരാൻ ഇച്ഛ കാണിക്കാണ്ട് അവിടെ കുത്തിയിരുന്നു, പുറത്തേക്ക് വരാണ്ട്. പിന്നെ കുറെ വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നത്. പിന്നെ അതേമാതിരി ഈ വേൾഡിലും ആളുകൾ അതിനുവേണ്ടി പ്രാർത്ഥന ചെയ്തു. ആ സ്ഥലത്ത് എനിക്ക് അമ്മയുടെ വയറ്റിന്റെ ഉള്ളിൽ ഇരുന്നാ മതി, അതാണ് നല്ല സ്ഥലം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പിന്നെ വേറെ മാതാജി ആൻഡ് പ്രഭുജി, ഇതാണ് നമ്മളെല്ലാരും, ഈ ജനിച്ച നമ്മളെല്ലാരും ജന്തു പ്രേയർസിന്റെ ഉള്ളിൽ കേട്ട് കഴിഞ്ഞാൽ നമ്മളും ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചു. നമുക്ക് അവിടെ ഇരുന്നാ മതി, ഭഗവാനെ എനിക്ക് വരണ്ട, എനിക്ക് ഇഷ്ടമല്ല അവിടുന്ന് വരാൻ വേണ്ടി. വി ഓൾസോ പ്രേ ടു ലോർഡ്. ദിസ് ഇസ് വൺസ് നമ്മൾക്ക് ഒരു നോളേജ് കോൺഷ്യസ്നെസ് വരുമ്പോ നമ്മൾ അവിടുന്ന് വരാൻ വേണ്ടിയിട്ട് ആയിരുന്നു, ടേക്ക് മീ ഔട്ട് ഓഫ് ദിസ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു. പിന്നെ നമ്മളെ കോൺഷ്യസ്നെസ് കൂടുമ്പോയിരിക്കുമ്പോ നമുക്ക് ഭഗവാനായിട്ട് നമ്മൾ പറഞ്ഞു ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്, ഇത് നല്ല സ്ഥലമാണ്, എന്നെ ഇവിടെ ഇരുത്തിയാൽ മതി. 3:31:20 or 21 I can tell you. അതിന്റെ ഉള്ളിൽ എന്താ എഴുതിയിരിക്കണെന്ന് വെച്ചാൽ I'll tell you. 3:31 I'll read. ശ്രീമദ് ഭാഗവതത്തില് ഞാൻ വായിച്ചു തരാം, അതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. 3:31:20. Yes. യെസ് പ്രഭു, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ? ശ്രീമദ് ഭാഗവതൻ ഉണ്ടാ കയ്യില്? ഞാൻ വായിക്കണം ഇംഗ്ലീഷില്. Should I read? Okay. Therefore, my Lord, although I am living in this terrible condition, I do not wish to depart from my mother abdomen, to fall again into the blind world of materialistic life. Your external energy called Deva Maya at once capture the newly born child. Immediately, false identification
which is the beginning of the cycle of conditional birth and death begins. വായിക്കണോ പ്രഭു? ഇല്ലേ, നിർത്തിയോ? എന്റെ ഭഗവാന് ഭയാനകമായ അവസ്ഥയിലാണ് വേറെ പിരിഞ്ഞ് വീണ്ടും ഭഗവതീ ജീവിതത്തിന് പൊട്ടക്കിണറ്റിൽ വീഴാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദേവമായ എന്ന് വിളിക്കപ്പെടുന്ന അമ്മയുടെ വാഹുശക്തി നവജാത ശിശു എന്ന തൽക്ഷണം പിടികൂടുകയും ജനനമനങ്ങളുടെ ആവർത്തന ചക്രത്തിന്റെ ആരംഭമായ നിത്യ അഹങ്കാരം അപ്പോൾ തന്നെ തുടങ്ങുകയും ചെയ്തു. ഹരേ കൃഷ്ണ, നിർത്തിയോ? ഇത് ഹരേ കൃഷ്ണ മാതാജി. ഹലോ. ഓക്കെ, അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു അവിടുന്ന് എന്താ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. 20 വിവർത്തനം വായിക്കണോ പ്രഭു? 31:20. നിങ്ങൾ അതിന്റെ ഇത് ട്രാൻസ്ലേഷൻ പ്രഭുജി ടൈം ഉണ്ടോ? ട്രാൻസ്ലേഷൻ വായിച്ചിട്ട് നമുക്ക് നിർത്താലോ. വായിക്കണോ പ്രഭു? വായിക്കോ പ്ലീസ്. ആകയാൽ എന്റെ ഭഗവാനെ, ഭയാനകമായ അവസ്ഥയിലാണ് ജീവിക്കുന്നതെങ്കിലും മാതാവിന്റെ ഉദരത്തിൽ നിന്ന് വേർപിരിഞ്ഞ് വീണ്ടും ഭൗതിക ജീവിതത്തിന്റെ പൊട്ടക്കിണറ്റിൽ വീഴാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദേവമായ എന്ന് വിളിക്കപ്പെടുന്ന അങ്ങയുടെ ബാഹ്യശക്തി നവജാത ശിശുവിനെ തൽക്ഷണം പിടികൂടുകയും ജനനമരണങ്ങളുടെ ആവർത്തന ചക്രത്തിന്റെ ആരംഭമായ മിഥ്യ അഹങ്കാരം അപ്പോൾ തന്നെ തുടങ്ങുകയും ചെയ്യും. ഇതാണ് വിവർത്തനം. ഓക്കെ പ്രഭു, അപ്പൊ നമ്മളിപ്പോ ഉള്ളത് എന്താണെന്ന് വെച്ചാല്, നമ്മൾ ക്രൊക്കഡൈല് മുതലയുടെ വായിൽ നമ്മളിപ്പോ ഇരിക്കണ മാതിരി നമ്മൾ ഈ കാലത്തിന്റെ ഉള്ളിൽ നമ്മൾ പിടിച്ചു വെച്ചുകൊണ്ട് നമ്മള് ഈ സമയം നമ്മളെ ഓരോരുത്തരെയും നമ്മൾ ഈ ഹാപ്പിനെസ്സിലും നമ്മൾ ഈ എൻജോയ്മെന്റിലെല്ലാം ഇരിക്കുകയാണ്. മുതലയുടെ വായുടെ ഉള്ളിൽ നമ്മളെ ഗ്രിപ്പ് വിടുമ്പോ, ഇപ്പൊ പല്ലിന്റെ ഇടയിൽ നമ്മൾ ഇത്തിരി വിടുമ്പോ നമ്മൾ അതിൽ ഹാപ്പി ആവും, സിനിമ കണ്ടുവരും. പിന്നെ വീണ്ടും നമ്മളെ ടൈറ്റ് ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ ദുഃഖിക്കും, പിന്നെ നമ്മൾ അങ്ങനെയാവും. അതേമാതിരി നമ്മൾ സ്ലോ ആയിട്ട് ഇങ്ങനെ മിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം. ഈ കാലം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഈ ക്രൊക്കഡൈൽ നമ്മൾ പിടിച്ചു വെച്ചോണ്ട്, പക്ഷെ നമുക്ക് അറിയണില്ല. ഈ പാമ്പ് മുതലേനെ തവള ഫ്രോഗ് തവളേനെ പിടിക്കണത് മാതിരി നമ്മള് പാമ്പ് എങ്ങനെയാ തവളേനെ പിടിക്കണെന്ന് വെച്ചാൽ ഈ ഇൻവിറ്റേഷൻ കൊടുക്കണത് തവള തന്നെയാണ്. നമുക്കറിയാലോ, പണ്ടത്തെ കാലത്ത് കേരളത്തിലും നാട്ടിലെല്ലാം വരുമ്പോ നമ്മൾ രാത്രി ആവുമ്പോ സൗണ്ട് കേൾക്കും കൃഷിയും പാടത്തിനും. അപ്പൊ അവിടെ ഇൻവിറ്റേഷൻ കൊടുക്കണ ഫ്രോഗ് തന്നെയാണ് പാമ്പിന് ഇൻവിറ്റേഷൻ കൊടുക്കണം, ഞാൻ ഇവിടെ ഉണ്ട്, നിങ്ങൾ വന്ന് എന്നെ പിടിച്ചോളും. അപ്പൊ അതേമാതിരി നമ്മൾ ഈ ലോകത്തിൽ ഞങ്ങളാണ് എല്ലാം ഇൻവിറ്റേഷൻ കൊടുത്തോണ്ടിരിക്കുന്നത് ജീവിക്കാൻ വേണ്ടി. അപ്പൊ നമ്മള് ഈ പാട്ടുണ്ട്, ഈ ഭക്തി വിനോദ് ഠാക്കൂർ പാടിയ ഒരു നല്ലൊരു ഭജനുണ്ട്. ജീവ് ജാഗോ ഗോര ചന്ദ്ര ബോലെ കോട്ടോ നിന്ദ്ര ജാഗോ മായ പിശാചാര കോയിലെ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല്, ഇതിന്റെ അർത്ഥം നല്ലൊരു അർത്ഥമാണ്. വേക്ക് അപ്പ് സ്ലീപ്പിംഗ് സോൾ, ഹൗ ലോങ് വിൽ യു സ്ലീപ്പ് ഇൻ ദ ലാപ്പ് ഓഫ് ദ വിച്ച് മായ.
നമ്മൾ പിശാചിന്റെ കയ്യിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അതിന് നല്ലൊരു മറുപടി ലാസ്റ്റിലായിട്ട് പാട്ടിന്റെ അടിയിൽ ഈ ഭജനയിൽ ഉണ്ട്. പറഞ്ഞു ഏറ്റവും നല്ല ഔഷധമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരേ ഒരു മരുന്നാണ് നമുക്ക് ഈ ലോകത്തിൽ ഉള്ളത്, ഹരിനാം ഹരി കൃഷ്ണ മഹാമന്ത്രയാണ് നമ്മളെ ഇതിൽ നിന്ന് എടുത്തു കളയാൻ പറ്റുള്ളൂ. അർജുനനും ഈ യുധിഷ്ഠിരനെല്ലാം മഹാരാജ് നമുക്ക് കഥ എല്ലാം അറിയാം. പക്ഷെ നമ്മളെ സമയമാകുമ്പോ നമ്മൾ ഈ വുഡൻ പ്ലാങ്ക്സ് മാതിരി ഭർത്താവ്, ഭാര്യ, മോന്റെ ഭാര്യ, ഈ എല്ലാ വീട്ടിന്റെ ഉള്ളിൽ നമ്മൾ അറ്റാച്ച്മെന്റ് കയറ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ അറ്റാച്ച്മെന്റ് വിടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ മന്ത്രയാണ് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരി. അപ്പൊ എന്താണ് ഈ മന്ത്രം നമുക്കുള്ള പവർ തരുന്നത് എന്താണെന്ന് വെച്ചാല്, ജോണ്ടീസ് സൂക്കേട് പിടിക്കുമ്പോ ജോണ്ടീസ് സൂക്കേടിന് ഒരു മരുന്നുമില്ല. അതിന് ഷുഗർ കെയിൻ ജ്യൂസും കുടിച്ച് ഈ ഷുഗർ കാൻഡിയുടെ ജ്യൂസ്, ഷുഗർ കെയിൻ ജ്യൂസ് കുടിച്ച് ആ മരുന്ന്, അതിന്റെ ട്രീറ്റ്മെന്റിനുള്ള ആ മരുന്നാണ്. അത് കുടിച്ച് നമ്മളെ വായിൽ ടേസ്റ്റ് വരുന്ന വരെ ആ ഷുഗർ മധുരമുള്ള ജ്യൂസ് കുടിക്കണം, ആ ഷുഗർ കെയിന്റെ. അപ്പോഴാണ് ആ രോഗം മാറി എന്നുള്ള ഡോക്ടറിന് റിസൾട്ട് വരുള്ളൂ. നമ്മളെ മധുരം, നമുക്ക് ടേസ്റ്റ് നമ്മളെ വന്നു. അതേമാതിരിയാണ് നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മളെ ഈ എല്ലാം, ഈ ലെമന്റേഷനും കമ്പാഷൻ, ഏത് ലെവലിലാണ് നമ്മളെ കമ്പാഷൻ വേണ്ടത്. നമ്മളെ ഗുരു ഇപ്പൊ ഞാൻ പറഞ്ഞ മാതിരി നമ്മളെ പിടിച്ച് ഇവിടെ ഇരുത്തി, അല്ലെങ്കിൽ കമ്പാഷൻ കാണിക്കാൻ പാടില്ല. ഈ ആളുടെ അടുത്ത് ഞാൻ ഭഗവത്ഗീത പറയണ കമ്പാഷൻ പാടില്ല, ഭഗവാൻ പറയണ കമ്പാഷൻ വേണം. അല്ലാണ്ട് കമ്പാഷൻ പാടില്ല പറഞ്ഞിട്ട് അർജുനനെ പഠിപ്പിച്ചു, അർജുനന്റെ അടുത്ത് പറഞ്ഞു കൊന്നുകളയാൻ എല്ലാരെയും. അങ്ങനെയല്ല, കമ്പാഷൻ ഷുഡ് ബി ദേർ. അല്ലെങ്കിൽ പ്രഭുപാദ് വെസ്റ്റേൺ വേൾഡിൽ പോവില്ല കമ്പാഷൻ കാണിക്കാണിച്ചാല്. കമ്പാഷൻ കാണിക്കാനല്ല പോയത്, അവിടെ ഇപികളെ കൺവേർട്ട് ചെയ്തല്ല പ്രഭുപാദ് കൊണ്ടുവന്നത്. അവര് ധർമ്മത്തിന്റെ വിരോധമായിട്ട് അവിടെ ഇരുന്ന് അവരെ പഠിപ്പിച്ച് മനസ്സിലാക്കിയിട്ട് അവർക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലി കൊടുത്ത് പഠിപ്പിച്ചു കൊടുത്തിട്ട് പ്രഭുപാദ് സ്വന്തം കൈകൊണ്ടാണ് ഭക്ഷണം വെച്ച് കൊടുത്തത്. അപ്പൊ കമ്പാഷൻ അല്ല അത് കാണിച്ച പ്രഭുപാദ്. ഇവിടെ കൃഷ്ണ എല്ലാം ചാൻസ് കൊടുത്തു. മറ്റേ ദുര്യോധനൻ പാർട്ടിക്ക് ധൃതരാഷ്ട്രരുടെ വീട്ടിൽ പോയിട്ട് അവരിരുന്ന് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടും കൃഷ്ണനെ അടിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ദുര്യോധൻ റെഡി ആയിട്ട് കെട്ടിയിട്ട് പിടിച്ചു വെക്കാൻ ഉള്ള പ്ലാനാണ് അവർക്ക് മെന്റാലിറ്റി ഉള്ളത്. അപ്പൊ അവിടെ ധർമ്മത്തിന്റെ വിരോധത്തിലല്ല പോണത്. അപ്പൊ അവിടെയാണ് ഇതാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കണത്, ഇതാണ് മനസ്സിലാക്കണത്. ഇത് മനസ്സിലാക്കിയിട്ട് പഠിക്കാനുള്ളതാണ് നമുക്ക്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഏറ്റവും നമ്മൾ ഈ സേജിന് എന്താ പറയുക, ഇപ്പൊ നമ്മളെ ഈ പ്ലാറ്റ്ഫോം ഇപ്പൊ ഒരു ബിൽഡിംഗ് ആയി കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോർ നമ്മളെ 9-7 പാത്താളങ്ങൾ, താഴെ 7 മേലെ ഉണ്ട്, ടോട്ടൽ 14 ഉള്ളപ്പോ അതിന്റെ 11 ആണ് ഗ്രൗണ്ട് ഫ്ലോർ. നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോറിലാണ് പൊങ്ങാൻ പറ്റുള്ളൂ. എവിടേക്കും നമുക്ക് അടിയിലേക്ക് പോവാം, മുകളിലേക്ക് പോവാം. നമ്മൾ കുറെ വലിയ കുറെ അന്വേഷിക്കാനൊന്നും പോകേണ്ട ആവശ്യം. ഇപ്പൊ കട്വാങ്ക മഹാരാജ് മുകളിൽ യുദ്ധം ചെയ്തിട്ട് കഴിഞ്ഞിരിക്കുമ്പോ പറഞ്ഞു, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ആരണ്ട് വന്നിട്ട് അവരുടെ ദേവകള് ചോദിച്ചു, ഇനി എന്താണ് നിനക്ക് വേണ്ടത്? പറഞ്ഞു, ഒരു ക്വസ്റ്റ്യൻ, എനിക്ക് ഒരു കാര്യമാണ് അറിയേണ്ടത്, ഞാൻ ഈ ലോകം വിട്ട് എപ്പോഴാണ് പോവാ? അപ്പൊ ദേവകൾ പറഞ്ഞു, ഇപ്പൊ അടുത്ത ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ ഇവിടുന്ന് പോയിരിക്കുന്നു. ആളെന്താ ചെയ്ത കട്വാങ്ക മഹാരാജ്? ഇടുത്ത വഴിക്ക് മുകളിൽ നിന്ന് താഴ്ത്തു വന്നിട്ട് ആളുടെ ഡിവോഷണൽ ആക്ടിവിറ്റീസ് ചെയ്തിട്ടാ പോയത്. അതേമാതിരി നമുക്കുള്ള ഗ്രൗണ്ട് ഫ്ലോർ എത്ര വലിയ നിങ്ങൾ ഉണ്ടാക്കിയും നിങ്ങൾക്കുള്ള ഫ്ലോർ ഇതാണ്. ഈ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നിങ്ങൾക്ക് പൊങ്ങാൻ പറ്റുള്ളൂ. അതാണ് ഗുരു മഹാരാജും ഈ എല്ലാ ഡിവോട്ടീസുകളും നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭഗവത്ഗീത ക്ലാസ് സെറ്റ് ചെയ്യണത്. അതിന് നമുക്ക് പിന്നെ നമുക്ക് എന്താ വെച്ചാൽ വേറൊരു കാര്യം നമുക്ക് പറയാനുള്ളത്, നമ്മളെ ഈ ഇന്റലിജൻസ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യണം. നമുക്ക് ഈ കമ്പാഷൻ എല്ലാം സ്കൂൾ ഇന്റലിജന്റ് ഒന്നും നമുക്ക് ഈ കാര്യത്തിന് ഹെൽപ്പ് ചെയ്യില്ല. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും വലിയൊരു ഡോക്ടർ, വലിയൊരു സയന്റിസ്റ്റ്, അവരാണ് വലിയ ആളുകള്, അവരാണ് നല്ല രീതിയിൽ പ്രീച്ച് ചെയ്യുള്ളൂ, അവരാണ് ഇങ്ങനെ ചെയ്യുള്ളൂ. No, don't go that. Who is giving you the essence from Bhagavad Gita? Who is giving you the essence from Bhagavatam? Who is following the Acharya? They are the one who is going to help you. The page, by reading the page of Bhagavad Gita and Bhagavatam will make you the sage. By reading page and page. That is what is all about. നമുക്ക് സമയത്തിന്റെ ഇതാണ് പറയാൻ വേണ്ടി കുറെ ഉണ്ട്. We have to follow the times and this thing. Thank you Prabhujan Mataji. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ പ്രഭു, സമയം കഴിഞ്ഞു. എന്നാലും ഞാനൊരു ചോദ്യം ചോദിക്കാൻ എനിക്കുണ്ട്. കാരണം മുമ്പ് പ്രഭു പറഞ്ഞല്ലോ, ഈ
നമ്മുടെ പോപ്പുലേഷൻ കൂടിക്കൊണ്ടേയിരിക്കുന്നു. ആത്മാക്കളാണ് കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ പോപ്പുലേഷൻ എന്തുകൊണ്ടാണ് കൂടിയെന്ന പ്രഭു പറയുന്നു? എങ്ങനെ പ്രഭു നമ്മളിപ്പ പണ്ട് ഞാൻ വന്നു അബുദാബിയിൽ നിന്ന്, അല്ലെങ്കിൽ ഇപ്പൊ ഇന്ത്യ ആസ് എ പോപ്പുലേഷൻ, ഇന്ത്യ വേൾഡിൽ പോപ്പുലേഷൻ കൂടി, അല്ലാണ്ട് പോപ്പുലേഷൻ കുറഞ്ഞ ചെയ്ത് കൂടിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഭഗവാൻ പറയണു ഈ സോള് നമ്മള് ഭഗവാൻ നമ്മള് ഇന്ത്യ ആസ് എ മാപ്പിൽ നോക്കാന്ന് വെച്ചാല് സോള് ഭഗവാൻ പറയുന്നു സോള് എന്താ പറയണ, സോളിനെ കത്തിക്കാനും പറ്റില്ല. മനുഷ്യന്മാരുടെ വി ഹാവ് ടു ടേക്ക് ആസ് എ ഹ്യൂമൻ നേച്ചറിന്റെ ഉള്ളില്, ഡോണ്ട് ഗോ ടു അനിമൽ പ്ലാറ്റ്ഫോം. നമ്മളിപ്പോ ഹ്യൂമൻ പ്ലാറ്റ്ഫോമിന്റെ ഉള്ളിൽ നമ്മളെ ഈ ജനസംഖ്യ കൂടിയോ ഇല്ലയേ? കൂടി. എത്ര വർഷത്തിന്റെ ഉള്ളിൽ കൂടി? അപ്പൊ ഇത് എവിടുന്നാണ് ഈ കൂടിയിട്ടുള്ളത്? ഭഗവാൻ ഓരോരുത്തർക്ക് അപ്ഗ്രേഡേഷൻ കൊടുക്കാനുള്ള കൃമി ആയിട്ടിരിക്കണേ, അവിടെ കൃമി ആയിട്ടിരിക്കണില്ല. കൃമി ആയിട്ട് എന്നും അവരുടെ സെൻസസ് നടക്കണില്ല. ഹ്യൂമൻ പോപ്പുലേഷന്റെ സെൻസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, കൗണ്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആരെങ്കിലും ഭൂമിയുടെ അടിയിൽ കൃമികൾ എത്ര ഉണ്ടെങ്കിൽ എണ്ണുണ്ടോ അവരെ? വേറൊരു കാര്യമുണ്ടല്ലോ, നമ്മുടെ സൃഷ്ടിയെ പറ്റി പറയുന്നത് ഓരോ ഇനത്തിൽപ്പെട്ടതിനെ അതായത് വർഗത്തെ ജനിപ്പിച്ചു എന്നല്ലേ പറയുന്നത്. അല്ലാതെ ഈ അതായത് ഇപ്പൊ മനുഷ്യനായിട്ട് ഇത്ര പേരെ ജനിപ്പിച്ചു, പുഴുവായിട്ട് ഇത്ര ജനിച്ചു, പശുവായിട്ട് ഇത്ര ജനിച്ചു, ഇങ്ങനെയല്ലേ കണക്ക് വെച്ചിരിക്കുന്നു. അപ്പൊ കണക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് അപ്ഗ്രേഡേഷൻ ഒന്നും ഇല്ലെന്ന് ഞാൻ ചോദിക്കണം. ഞാൻ പറയണ ഈ പോപ്പുലേഷൻ, എന്റെ പറയുന്ന പോപ്പുലേഷനില് നമ്മുടെ ഇന്ത്യയിൽ തന്നെ പ്രഭു തന്നെ പറയണു അത് അങ്ങനെ തന്നെയാണെന്ന് പ്രഭു പറയണു. ഈ നമ്പേഴ്സ് ഇതേമാതിരിയാണ്. ഞാൻ പറയണത് എന്റെ മലയാളത്തിൽ ചിലപ്പോ പറയണതിൽ തെറ്റുണ്ടാവും. ഞാൻ പറയണ അതിൽ കൂടിയോ, നമ്മുടെ പോപ്പുലേഷനിൽ കൂടിയില്ലേ, മനുഷ്യങ്ങളുടെ എണ്ണം കൂടിയില്ലെന്ന് ചോദിക്കണം. പോപ്പുലേഷൻ അന്നത്തേൽ കൂടിയിട്ടുണ്ട്. പക്ഷെ ആത്മാവ് മരിച്ചു കഴിഞ്ഞാൽ, അല്ല ഒരു ബോഡി മരിച്ചു കഴിയുമ്പോൾ ആത്മാവ് ഫ്രീ ആയിട്ട് പോകുന്നു. അപ്പൊ പിന്നെ അത് വേറൊരു ജീവനെ എടുക്കുന്നുണ്ട്. അപ്പൊ പിന്നെ നമ്മുടെ പോപ്പുലേഷൻ എങ്ങനെ കൂടി? അതാണ് അപ്പൊ പ്രഭു പറയുന്നത്. ഇപ്പൊ ക്രിമിയായിട്ടുണ്ടായിരുന്നു, അല്ലെ ആനിമലായിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ ട്രാൻസ്ഫർ ആയിട്ട് ഇങ്ങോട്ട് പരിവർത്തനം വന്നിട്ട് മനുഷ്യ കുലത്തിലോട്ട് ജനിച്ചിരിക്കാം എന്നല്ലേ പറയുന്നത്. അപ്പൊ പ്രഭു ജനിച്ചൂല. അല്ല, ബോഡി സ്വീകരിച്ചിരിക്കും. ഒരു പുഴുവിന്റെ ആത്മാവ് വന്നിട്ട് മനുഷ്യന്റെ രൂപത്തിലുള്ള ഒരു ബോഡി സ്വീകരിച്ചു. അപ്പൊ അങ്ങനെയല്ലേ പറയുന്നത് പ്രഭു? പ്രഭു ഇപ്പൊ പറയണത് കറക്റ്റ് ആണ്. ഞാൻ പറഞ്ഞത് എന്റെ മലയാളത്തിൽ ചിലപ്പോ പ്രഭു പറഞ്ഞത് കറക്റ്റ് ആണ്. പ്രഭു അത് കറക്റ്റ് ആണ്. അപ്പൊ ദിസ് ഇസ് വാട്ട് ഈസ് മൈ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് യുവർ അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ പറയുന്നത് ഡാർവിൻ സിദ്ധാന്തം തെറ്റായിരുന്നു. കാരണം പരിവർത്തനം കുരങ്ങൊരിക്കലും മനുഷ്യനായിട്ടില്ല ഇതുവരെ, ഇല്ലേ പ്രഭു? അപ്പൊ അങ്ങനെ പരിവർത്തനം വരുമോ? പ്രഭു ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഇതിന് മലയാളത്തില് കണ്ടിന്യൂഷൻ ആയിട്ട് ആൻസർ എനിക്ക് കൊടുക്കാൻ വേണ്ടി കഥാമിത് പ്രഭു അവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ആൻസർ തരും. എനിക്ക് ഐ എം സ്റ്റക്ക് വിത്ത് ദിസ്. ടൈം ആയി. 8 o'clock വേറൊരു ക്ലാസ് നമുക്ക്. താങ്ക് യു. ഹരേ കൃഷ്ണ. ദണ്ഡവത് പ്രണാം ടു എവരിബഡി. താങ്ക് യു. പ്രഭുവിന്റെ അടുത്ത് പ്രഭു സംസാരിക്കാൻ പറയാം. സോറി, 8 o'clock വേറൊരു ക്ലാസ് ഉണ്ട്, ക്ഷമിക്കണം. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. പ്രഭു രാധാ ദാമോദർ പ്രഭു, താങ്ക് യു സോ മച്ച്. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. ഹരിബോൽ ഹരിബോൽ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. താങ്ക് യു ഫോർ യുവർ എഫേർട്ട്. പ്രഭു വളരെ ബുദ്ധിമുട്ടിയാണ് മലയാളത്തില് ഇത്രയും പ്രിപ്പയർ ചെയ്ത് വന്നത്. വളരെ നന്നായിരുന്നു. ഇന്ന് ഇംഗ്ലീഷ് വളരെ കുറവായിരുന്നു. നന്നായിട്ട് മലയാളം എടുത്തു പ്രഭു. താങ്ക് യു സോ മച്ച് പ്രഭു.